സർവാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ പുണ്യമേറിയ അവസാനത്തെ പത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി സമയത്ത് ദീനീയായ വിവരങ്ങൾ പറയാനും അറിയാനും ആത്മീകമായ വിചാരങ്ങൾ പങ്കുവെക്കാനും ഒരുക്കിയിട്ടുള്ള വേദിയിലാണ് നാം സംഘടിച്ചിട്ടുള്ളത്. ജല്ല ജലാലായ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്ത് ഉപകാരപ്പെടുന്ന വിധം നമ്മുടെ സംഗമങ്ങൾ സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിവിടെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മുടെ അഭിവന്യരായ ഇസ്സുദ്ദീൻ സഖാഫി ഉസ്താദ് അവറുകളുടെ ഉത്ബോധനവും പ്രാർത്ഥനയും ആത്മീയ സദസ്സുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നോടിയായി വിശാലമായ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യവും പ്രസക്തിയും ഇല്ല. പുണ്യമേറിയ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പള്ളി മിമ്പറുകളിൽ നിന്ന് ഔദ്യോഗികമായി അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, റമദാൻ മാസമേ സലാം എന്ന് ഔദ്യോഗികമായി യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. തറഹൽത യാ ശഹറ الصيام بصومنا وقد كنت أنوارا بكل مكان لئن فنيت أيامك الزهر بغتة فما الحزن من قلبي عليك بفاني عليك سلام الله كن شاهدا لنا بخير رعاك الله من رمضان. വിശുദ്ധമായ റമദാനിനെ യാത്ര പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആളുകൾ ചൊല്ലിയ വരികളാണ്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന് ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം. സലഫുസ് സാലിഹുകളിൽ പ്രധാനികളായ മഹാന്മാർ 6 മാസം
റമദാനിനെ സ്വാഗതം ചെയ്തും സ്വീകരിച്ചും കഴിഞ്ഞുകൂടുന്നു. ബാക്കിയുള്ള 6 മാസം ആ റമദാൻ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അവർക്ക് എല്ലാ മാസവും ഉള്ള ചിന്ത റമദാനിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവർക്ക് എല്ലാ മാസവും ഉള്ള വിചാരം റമദാനിനെ കുറിച്ചുള്ള വിചാരമാണ്. കാരണം അല്ലാഹു ജല്ല ജലാലുഹു ഓരോ മേഖലയിലും പ്രത്യേകം പുണ്യം നൽകി ആദരിച്ച വസ്തുക്കളും കാലങ്ങളും വ്യക്തികളും പ്രതിഭാസങ്ങളും ഉണ്ട്. ആകാശമണ്ഡലങ്ങളിൽ 7ാമത്തെ മണ്ഡലം മലക്കുകളുടെ വാസസ്ഥാനമായും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ കലവറയായും സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ പരിശുദ്ധമായ സ്വർഗീയമായ ആരാമങ്ങളിൽ ഫിർദൗസ് അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അതിന്റെ മേൽക്കൂര അല്ലാഹുവിന്റെ അർശ് ആണ്. അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് അർശ്. ആ അർശ് കൊണ്ട് മേൽക്കൂര അണിഞ്ഞ ഫിർദൗസ് സ്വർഗീയ ആരാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമാണ്. എന്നതുപോലെ ഓരോ മേഖലയിലും ഓരോ വസ്തുക്കളിലും പ്രത്യേകം പുണ്യമണിയുകയും പദവി അലങ്കരിക്കുകയും ചെയ്ത പ്രത്യയങ്ങളെയും സ്ഥാനമാനങ്ങളെയും നമുക്ക് കാണാം. ഇതുപോലെ റമദാൻ മറ്റെല്ലാ മാസങ്ങളെക്കാളും അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറയുമ്പോൾ ആലോചിക്കേണ്ട ചില ചിതറിയ വിചാരങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അമലുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വഭാവങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തവരാണ്. വഹുവ അല്ലദീ സാദത് സയ്യിആതുഹു അലാ ഹസനാതിഹി, നന്മകൾ കുറയുകയും തെറ്റുകൾ അധികരിക്കുകയും ചെയ്ത ആളുകളാണ് ളാലിമുൻ ലിനഫ്സിഹി, സ്വയം ശരീരത്തോട് അക്രമം ചെയ്തവർ എന്ന ഗണത്തിൽ ഉള്ളത്. അവർ റമദാനിൽ വേണ്ടതുപോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ ആദരവിനെയും മഹത്വത്തെയും വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല. അതിന്റെ ബഹുമാനത്തെ പരിഗണിക്കാൻ അവർക്ക് നേരം ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ സ്വയമേവ അക്രമം ചെയ്തവർക്ക് സമാനമാണ്. രണ്ടാമത്തേത് വമിൻഹും മുഖ്തസിദുൻ, രണ്ടാമത്തെ വിഭാഗം ആളുകൾ വഹുവ അല്ലദീ ഇസ്തവത് ഹസനാതുഹു വസയ്യിആതുഹു, നന്മകളും തിന്മകളും തുല്യമായ ആളുകളാണ്. അവർ രണ്ടിലും തുല്യതയുള്ള നന്മയും തിന്മയും ഇടകലർത്തി തുല്യമായി ചെയ്ത ആളുകൾ. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, മൂന്നാമത്തെ വിഭാഗം ആളുകൾ നന്മ കൊണ്ട് മുന്നിട്ട് വന്ന ആളുകളാണ്. അവരാരാണ്? വഹുവ അല്ലദീ റജഹത് ഹസനാതുഹു, അവരുടെ നന്മകൾ ഏറിയിട്ടുണ്ട്, തിന്മകളെ കവച്ചു വെക്കുന്ന നന്മ ചെയ്ത ആളുകൾ.
അവരാണ് മൂന്നാമത്തെ വിഭാഗം. ഈ മൂന്നാമത്തെ വിഭാഗം സാബിഖും ബിൽ ഖൈറാത്ത്, നന്മ കൊണ്ട് മുൻകടന്ന ആളുകളാണ്. അസ്സാബിഖൂന അസ്സാബിഖൂൻ, നന്മ കൊണ്ട് മുൻകടന്ന ആളുകൾ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നവരാണ്. അസ്സാബിഖൂന ഇലൽ ഖൈറാത്തി ഹുമുസ് സാബിഖൂന ഇലൽ ജന്ന, നന്മയിലേക്ക് മുന്നിട്ട് വരുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് മുന്നിട്ട് വരുന്നവരാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, അസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവർ തന്നെയാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും സ്ഥാനം കൊണ്ട് സമീപസ്ഥരായവർ. അപ്പോൾ നന്മകൾ അധികരിക്കുകയും തിന്മകൾ കുറയുകയും നന്മയിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്ത ആളുകൾ അവരാണ് ഏറ്റവും വലിയ വിജയികൾ. ആ വിജയം നേടിയ ആളുകൾക്ക് റമദാൻ യാത്ര പറയുമ്പോൾ വലിയ പ്രയാസമാണ്. അല്ലാഹുവിലേക്കുള്ള ചിന്തകൾ അവരെ അലട്ടുകയാണ്. ചെറിയ പെരുന്നാൾ ദിവസം മുഖപ്രസന്നതയില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന ചില സ്വാലിഹികളെ കാണാൻ കഴിഞ്ഞു. അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾക്കിന്ന് വലിയ ആനന്ദമൊന്നും കാണാത്തത്? അവരുടെ മറുപടി, ആരാധന കൊണ്ട് ധന്യമാക്കേണ്ട റമദാൻ ഞങ്ങളോട് വിട പറഞ്ഞു പോയ വേദനയിലാണ്. ആ വേദനയിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരെ കുറിച്ച് ഇബ്നു റജബ് അൽ ഹംബലി തന്നെ നിവേദനം ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നരകമോചനത്തിന്റെയും സ്വർഗപ്രവേശത്തിന്റെയും കാരണമായ റമദാൻ യാത്ര പറയുമ്പോൾ വലിയ വേദനയാണ്, പ്രയാസമാണ്. അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹ വർഷങ്ങളുടെ വസന്തം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ നൊമ്പരത്തിലാണവർ. എന്നാൽ കപടവിശ്വാസികളായ ആളുകൾ റമദാൻ യാത്ര പറയുമ്പോൾ അവർ സന്തോഷത്തിലാണ്. നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു ചെറിയ ആലോചന അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സയഅതി സമാനുൻ അലാ ഉമ്മതി, എന്റെ സമുദായത്തിന്റെ മേൽ ഒരു കാലം വരും. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? ആ കാലത്തുള്ള പ്രത്യേകത എന്താണ്? യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ, 5 കാര്യങ്ങളെ അവർ ഇഷ്ടം വെക്കും, 5 കാര്യങ്ങളെ അവർ മറന്നുകളയും. അത്തരം ഒരു യുഗം നിങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനകൾ കേവലം ഒരു രാഷ്ട്രീയ താൽക്കാലികതയിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ നിമിഷം കൊണ്ട് മാറിപ്പോകുന്ന ചില താൽക്കാലിക വാഗ്മയങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ആത്യന്തികമായി വസ്തുതാപരവും സ്വീകാര്യവും യാഥാർത്ഥ്യവും ആണ്. ആ യഥാർത്ഥമായ പ്രസ്താവന പറയുന്നത് 5 കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടം വെക്കുകയും 5 കാര്യങ്ങളെ മറന്നുകളയുകയും ചെയ്യുന്ന ഒരു ജനത നിങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ഉഖബ. ഇനി വരുന്ന ഒരു യുഗത്തിലെ ആളുകൾ ദുനിയാവിനെ അവരിഷ്ടം വെക്കും, അവർ ആഖിറത്തെ അവർ മറന്നുകളയും. ഭൗതികതയോട് അവർ പ്രമത്തരായിരിക്കും, പാരത്രികതയെ അവർ, അന്ത്യനാളിനെ കുറിച്ചുള്ള വിചാരം അവരിൽ ഇല്ല. ഭൗതികമായ ജീവിതത്തിന്റെ തത്രപ്പാടിൽ അവർ നെട്ടോട്ടമോടുകയാണ്. താൽക്കാലികമായ ദുനിയാവിന്റെ പിന്നിൽ അവരോടുകയാണ്. ഈ വിഷയം വിശദീകരിക്കവേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇസ്തിഅദാദ് ലിയൗമിൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഒരു കവിത ഉദ്ധരിക്കുന്നുണ്ട്.
സഹീഹുൽ ബുഖാരിയുടെ വിശ്വപ്രസിദ്ധമായ ഏറ്റവും ആധികാരികവും വിപുലവുമായ വ്യാഖ്യാനം എഴുതിയ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അമാ തറാ കൈഫ യുബ്ലീനൽ ജദീദാനി വനഹ്നു നൽഅബു ഫീ സിർരിൻ വയലാനി ലാ തർകനന്ന ഇലദ് ദുനിയാ വനിഅമതിഹാ فإن أوطانها ليست بأوطاني واعمل لنفسك من قبل الممات فلا تغررك كثرة أصحاب وإخواني أما ترى كيف يبلين الجديداني നീ കാണുന്നില്ലേ, ആലോചിക്കുന്നില്ലേ മോനെ? കൈഫ യുബ്ലീനൽ ജദീദാനി, രണ്ട് പുതിയാപ്പളമാർ നിങ്ങളെ എങ്ങനെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്, രണ്ട് പുതുമാരന്മാരെങ്ങനെയാണ് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ലേ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ആ രണ്ട് പുതിയാപ്പളമാർ? അല്ലൈലു വന്നാർ, രാത്രിയും പകലുമാണ്, രാവും പകലുമാകുന്ന രണ്ട് പുതിയാപ്പളമാർ. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സുപ്രഭാതം എന്നാണ്. നിനക്ക് പുതിയൊരു രാവിലെ ലഭിച്ച സന്തോഷമാണ്. യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്, ശുഭരാത്രി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ നല്ല ഒരു ദിവസം ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നിനക്ക് നിശ്ചയിച്ച ദിനരാത്രങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്, എണ്ണി തീർക്കുകയാണ്. 10,000 ദിവസമാണ് നിനക്കിനി ബാക്കിയുള്ളതെങ്കിൽ അതാ ഒരു ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 1000 ബാക്കിയുള്ളതെങ്കിൽ ഒരു ദിവസം ഇവിടെ ഒടുങ്ങിയിരിക്കുകയാണ്. 100 ദിവസമാണ് നിന്റെ ബാക്കിയുള്ളതെങ്കിൽ ഇനി 99 ഉള്ളൂ, ഒന്നിവിടെ അവസാനിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഓരോ രാവും പകലും നിനക്ക് നൽകുന്ന സന്ദേശം. പക്ഷേ നിന്റെ വിചാരം പുതിയൊരു രാവിലെ എനിക്ക് കിട്ടി, പുതിയൊരു രാത്രി എനിക്ക് കിട്ടി, പുതിയൊരു പകൽ എനിക്ക് കിട്ടി എന്ന് നീ വിചാരിക്കുകയാണ്. വനഹ്നു നൽഅബു ഫീ സിർരിൻ വയലാനി, എന്നിട്ട് നമ്മൾ രഹസ്യവും പരസ്യവുമായി കളിക്കുകയാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അറിയുന്നില്ല. നേരിന്റെയും നെറിയുടെയും നീതിയുടെയും ന്യായത്തിന്റെയും പവിത്ര വഴികളിലേക്ക് നീ വരുന്നില്ല. എന്റെയും നിന്റെയും ആലോചന ഇവിടെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൗതികമായ ലയത്തിൽ ജീവിക്കുകയാണ്. ലാ തർകനന്ന ഇലദ് ദുനിയാ വനിഅമതിഹാ, നീ അതുകൊണ്ട് ദുനിയാവിന്റെയും അതിന്റെ അനുഗ്രഹങ്ങളിലേക്കും നീ ആസ്വദിക്കുവാനോ കൂടുതലായി അവലംബിക്കാനോ പാടില്ല. فإن أوطانها ليست بأوطاني, ഇവിടെയുള്ള താമസസ്ഥലങ്ങൾ നിന്റെ യഥാർത്ഥ താമസസ്ഥലമല്ല. നീ യഥാർത്ഥത്തിൽ താമസിക്കേണ്ട വീടുകൾ ഇവിടെയില്ല. ഇവിടുത്തെ വീട് എത്ര കോടി കൊണ്ടുണ്ടാക്കിയാലും നാളെ യാത്ര പറയേണ്ട വീടാണ്. ഇവിടെയുള്ള ഭവനം എത്ര മനോഹരമായി സംവിധാനിച്ചാലും നീ അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വീടാണ്. ലൈസത് ബി ഔതാനി, ഇത് അനന്തമായ വാസത്തിന്റെ നാടുകളല്ല, വീടുകളല്ല, ഗേഹങ്ങളല്ല, ഭവനങ്ങളല്ല. ഇതെല്ലാം നാളെ നീ വിട്ടെറിഞ്ഞു പോകേണ്ടതാണ്.
വഅമൽ ലിനഫ്സിക മിൻ ഖബ്ലിൽ മമാതി ഫലാ തഗ്റുർക കസറതു അസ്ഹാബിൻ വഇഖ്വാനി. നീ നിനക്ക് വേണ്ടി അമൽ ചെയ്യണം. നിനക്ക് വേണ്ടിയുള്ള അമലാണ് നീ ചെയ്യേണ്ടത്. ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് പാരത്രികമായ മോക്ഷത്തിന് ആവശ്യമായ അനന്തമായ പരലോകത്തിന്റെ ക്ഷേമകരമായ ഭവനത്തിന് അനിവാര്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ പൂമേനി കൊണ്ട് മക്കയുടെ, മദീനയുടെ, ത്വായിഫിന്റെ, ബദറിന്റെ ചരിത്രഭൂമികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ലോകത്തെ ഏറ്റവും ആധികാരികമായ ശബ്ദത്തിന്റെ ഉടമയായ, ലോകത്തിന്റെ മുഴുവൻ നിയാമക വ്യവസ്ഥിതികളുടെയും അന്തിമ വാചകമായ, ലോകത്തെ ഏറ്റവും വലിയ അനുരാഗ നായകൻ ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു താൽക്കാലികമായ പ്രതിഭാസമല്ല, താൽക്കാലികമായ ഒരു നേതൃത്വത്തിന്റെ വിലാസമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താണ്? ജോ ഹേ തേരി റസാ ഓ ഹേ മേരി റസാ, ജോ ഹേ തേരി റസാ ഓ ഹേ മേരി റസാ. ലോകാധികാരിയായ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. പുണ്യപ്രവാചകരെ, അവിടുത്തെ പ്രീതി എന്തിനോടാണ്? അതാണ് അല്ലാഹുവിന്റെ പ്രീതി. അല്ലാഹുവിന്റെ പ്രീതിയുടെ മാനദണ്ഡം അവിടുത്തെ പ്രീതിയാണ്. ഇതിലേക്ക് പദവി നൽകപ്പെട്ട ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ഉഖബാ. അവര് ദുനിയാവിനെ ഇഷ്ടപ്പെടുകയാണ്, പാരത്രികതയെ അവര് മറന്നു കളയുകയാണ്. ഇവിടെ വളരണം, ഇവിടെ കേമനാകണം, ഇവിടെ ഉയരണം, ഇവിടെ പദവി വേണം, ഇവിടെ പണം വേണം, ഇവിടെ കൊട്ടാരം വേണം, ഇവിടെ പരവതാനി വേണം, ഇവിടെ വെപ്പാട്ടികൾ വേണം, ഇവിടെ സപ്രപഞ്ചങ്ങൾ വേണം, ഇവിടെ സിംഹാസനങ്ങൾ വേണം, ഇവിടെ സുഖലോലുപന്മാരായി ജീവിക്കണം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അത് ആലോചിക്കാൻ അവന് നേരം കിട്ടുന്നില്ല. ഈ രീതിയിലേക്ക് അവൻ ഭൗതികതയുടെ പ്രമത്തതയിലാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മസലീ വ മസലു ദുനിയാ, എന്റെയും ദുനിയാവിന്റെയും ഉദാഹരണം എന്റെയും ദുനിയാവിന്റെയും ഉദാഹരണം എന്താണെന്നല്ലേ? കറജുലിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ വതറകഹാ. ഒരു യാത്രികൻ മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. തണൽ ഏറ്റുവാൻ അല്ലെങ്കിൽ തണൽ കൊള്ളുവാൻ ഒരവസരമില്ല, ഇടമില്ല. അങ്ങനെ വരുമ്പോൾ അതാ ഒരു മരത്തണൽ കിട്ടുന്നു. അവിടെ തണൽ സ്വീകരിച്ചിട്ട് അല്പനേരം ക്ഷീണം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുന്ന യാത്രികനെ പോലെയാണ് ഞാനെന്ന് വിളിച്ചു പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാ ലോകഗുരുവായ പുണ്യഭൂമേനി ഒരിക്കൽ 29 ദിവസം അവിടുത്തെ വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഏകാന്തമായ വാസം നയിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തമായ വാസത്തിന് വേണ്ടി ഒരു മാസം അതാ 4 കാലിൽ പലകയടിച്ചുണ്ടാക്കിയ നമ്മുടെ ഏർമാടം പോലെ, നമ്മുടെ നാടിലെ പെട്ടിക്കട പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിൽ പലക കൊണ്ടുണ്ടാക്കിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ മുനാഫിഖുകൾ പ്രചരിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് തലാഖ് ചൊല്ലിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ മുഴുവനും തലാഖ് ചൊല്ലിയെന്ന ആരോപണമാണ്. ജനങ്ങൾക്ക് വലിയ ഹോബിയുള്ള കാര്യമാണ് ഒരാളെ കുറിച്ച് പുരാതി പറയാൻ, അയാൾ അവളുടെ കൂടെ പോയി എന്ന് പറയാൻ, അയാൾ അങ്ങനെയാണെന്ന് പറയാൻ, അയാൾ ഇങ്ങനെയാണെന്ന് പറയാൻ. അതിന് തെളിവ് വേണ്ട, അതിന് അടിസ്ഥാനം വേണ്ട, ഇഷ്ടം പോലെ വിളിച്ചു പറയുന്ന ഒരു ലോകമാണ്. ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ മുഴുവനും ത്വലാഖ് ചൊല്ലിയെന്ന ദുരാരോപണം ഹബീബിന്റെ മേലെന്ന് നടത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. സ്വഹാബത്തിനോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ജമാഅത്ത് കഴിഞ്ഞ് അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെയും നിസ്കാരത്തിന് വരുന്നുണ്ട്. സ്വഹാബത്തിനോട് കൂടുതൽ സഹവസിക്കുന്നില്ല. അപ്പൊ മുനാഫിഖീങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയെന്ന്. ഇത് കേട്ട് വിശ്വാസികൾക്ക് വേദനയായി. അവര് മിമ്പറിന്റെ അടുക്കൽ കരയാൻ തുടങ്ങി, മിഹ്റാബിന്റെ അടുക്കൽ കരയാൻ തുടങ്ങി. പല സ്ഥലത്തും വേദനയിലാണ്. ആ നേരമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് സേവനത്തിന് നിൽക്കുന്നയാളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് സംസാരിക്കാൻ അവസരം തരുമോ? സമ്മതം കിട്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ ഹഫ്സ റളിയല്ലാഹു അൻഹാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഈ വിഷയത്തിൽ ശുപാർശയ്ക്ക് വന്നതാണോ അല്ലേ എന്നതിന് പ്രത്യക്ഷത്തിൽ ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് അവിടെ സമ്മതം കിട്ടിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരികെ പോയി വീണ്ടും മടങ്ങി വന്നുകൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നയാളോട് പറയുകയാണ്, ഞാൻ എന്റെ മകളുടെ കാര്യം പറയാൻ വന്നതല്ല, ഞാൻ എന്റെ മകളെ ത്വലാഖ് ചൊല്ലിയോ ഇല്ലേ എന്നറിയാൻ വന്നതല്ല, മുസ്ലിം സമുദായത്തിന് മുഴുവനും പൊതുവായ ക്ഷേമമുള്ളൊരു കാര്യം അറിയാൻ വന്നതാണ്. സമ്മതം തരുമോ? ഉടനെ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം കൊടുക്കുന്ന കാരണത്താൽ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ ഹബീബായ നബിയേ, അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ റോസാ പുഷ്പം പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയുള്ളതാ ചുവന്ന വരകൾ കാണുകയാണ്. ഉണ്ടാക്കിയ കട്ടിലിൽ ഒരു വിരിപ്പ് പോലും ഇടാതെയാണ് കിടക്കുന്നത്. ശരീരത്ത് മുഴുവനും ചുവന്ന പാടുകളാണ്. ഉടനെ വന്ന വിഷയം മാറ്റിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ മുഴുവനും ചക്രവർത്തിമാരുടെ കിരീടങ്ങൾ വലിച്ചെറിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദുകത്തിന്റെ സ്ഥാനം പോലും ലോകത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുകയില്ല. രാജാക്കന്മാരുടെ സിംഹാസനം എവിടെ വലിച്ചെറിയപ്പെട്ടു, അതേ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് എവിടെ ആളുകളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. അത്രയും വലിയ പദവിയുള്ള
പാതുകത്തിന്റെ ഉടമയാ, പാദത്തിന്റെ ഉടമയാ, സ്ഥാനത്തിന്റെ ഉടമയാ, പദവികളുടെ ഉടമയാണ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ഇത് റമളാനിന്റെ രാത്രിയാണ്, ഇത് ഹബീബിന്റെ ഉമ്മരപ്പടിയിലേക്ക് വെക്കാനുള്ള വേദിയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ ഹബീബായ നബിയേ, ഈ തപ്പനയുടെ മടലിന്റെ മേലെ ഒരു വിരിപ്പ് പോലും ഇടാതെ ഭൂമിയിൽ ചുവന്ന വരകൾ കാണുമ്പോ അവിടുന്ന് വേദനിക്കുന്ന കൽബോടെ ചോദിക്കട്ടെ, യാ റസൂലല്ലാഹ്, ഒരു വിരിപ്പൊന്ന് വിരിച്ചുകൂടെയോ നബിയേ? കിസ്റായുടെ രാജാവ് കണ്ടില്ലേ കൊട്ടാരത്തിലാ വസിക്കുന്നത്, സാർ ചക്രവർത്തിമാര് കണ്ടില്ലേ സിംഹാസനങ്ങളിലായിരിക്കുന്നത്, റോമിന്റെ സ്വേച്ഛാധിപതികൾ കണ്ടില്ലേ കൊട്ടാരത്തിലാ വാഴുന്നത്, അവരെക്കാളൊക്കെ പദവിയുള്ള സ്ഥാനമുള്ള ലോകത്തെ ചക്രവർത്തിമാരുടെ മുഴുവനും പദവികളെക്കാൾ വലിയ പദവിയുള്ള ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഒരു സോഫ്റ്റായ വിരിപ്പിട്ടുകൂടെ നബിയെ എന്ന് ചോദിക്കുമ്പോഴാണ് ആത്മീയതയുടെ അന്തസാരങ്ങളെ മാനവികതയുടെ മനതലങ്ങളിൽ തർക്കമില്ലാതെ സ്ഥാപിച്ചിട്ട് പ്രാപഞ്ചിക ആത്മീയതയെ ലോകത്തിന് മുഴുവനും അടയാളപ്പെടുത്തിയ അതുല്യമായ തേജസ്സിന്റെയും ജ്യോതിസിന്റെയും സമവാക്യമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ഉമറേ, കൈസറിന്റെ ചക്രവർത്തിക്ക് സ്വർഗമുണ്ടോ ഉമറേ? റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ ഉമറേ? സാർ ചക്രവർത്തിമാർക്ക് സ്വർഗമുണ്ടോ ഉമറേ? സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് കണ്ണുവച്ചിരിക്കുന്നവർക്ക് ഇവിടുത്തെ സുഖലോലുപനായി ജീവിക്കാൻ പറ്റൂല. ഇവിടുത്തെ വിരിപ്പ് സോഫ്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഇവിടുത്തെ കൊട്ടാരം രമാനം മുട്ടണമെന്ന് നിർബന്ധമില്ല. ഇവിടുത്തെ ആസ്വാദനങ്ങളുടെ ലയങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വേദനിക്കേണ്ട ഉമറേ, നമ്മുടെ വീടേതാണ്? സ്വർഗമാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഹിയ ജന്നത്തുൻ ത്വാബത്, സ്വർഗം മനോഹരമാണ്. വത്വാബ നഈമുഹാ, അതിലെ അനുഗ്രഹങ്ങൾ മുഴുവനും മനോഹരമാണ്. വനഈമുഹാ ബാഖിൻ, അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അനന്തമാണ്. വലൈസ ബിഫാനി, അത് നശിച്ചു പോകുന്നതല്ല. ഇവിടത്തെതെല്ലാം നശിക്കും, ഇവിടത്തെതെല്ലാം അവസാനിക്കും. ഇവിടെ കൊട്ടാരത്തിൽ കിടക്കുന്നവനും നാളെ യാത്രയാകും, കുടിലിൽ കിടക്കുന്നവനും യാത്രയാകും. ലോകത്തെന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ട ലോകമല്ല. ഭൗതികമായ ലോകം താൽക്കാലികമാണ്. ഒരാൾക്ക് വലിയ കൊട്ടാരമാണ്, ഒരു മനുഷ്യനും അയാളുടെ വീട്ടിൽ നിറഞ്ഞു കിടക്കാൻ സാധ്യമല്ല. എത്ര വലിയ കൊട്ടാരത്തിന്റെ ഉടമയ്ക്കും അയാളുടെ ശരീരം വെക്കാവുന്ന ഒരു ചെറിയ സ്ഥലത്തെ കിടക്കാൻ കഴിയൂ. ഞാൻ വലിയ മുതലാളിയാണ്, എന്റെ വീട് നിറയെ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾക്ക് സാധ്യമല്ല. എന്റെ കട്ടിൽ നിറയെ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾക്ക് കിടക്കാൻ സാധ്യമല്ല. അയാളുടെ ബോഡി വെക്കാവുന്ന ചെറിയൊരു സ്ഥലമേ അയാൾക്ക് അനുഭവിച്ചുകൊണ്ട് കിടക്കാൻ കഴിയൂ. ഇതല്ലേ ദുനിയാവിന്റെ നൈമിഷികത. എത്ര വലിയ മനോഹരമായ രുചികരമായ ഭക്ഷണമാണെങ്കിലും
അതിന് 2 സെക്കൻഡിന്റെ ടേസ്റ്റ് അല്ലാതെ അതിനപ്പുറം ഭക്ഷണത്തിന് രുചിയില്ല. പുറത്തിരിക്കുമ്പോ ബിരിയാണി കാണാൻ നല്ല രസമുണ്ട്, അകത്ത് ചെന്നാൽ പള്ളക്കൊരു ഭാരമുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ടേസ്റ്റ് വായിൽ കിടന്ന് ഒന്ന് തിരിഞ്ഞുമറിയുന്ന 2 സെക്കൻഡിലെ ടേസ്റ്റ് അല്ലേ ഭക്ഷണത്തിനുള്ളൂ. അതിനപ്പുറം ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലല്ലോ മോനെ. അത് പുറത്തിരിക്കുമ്പോൾ രസമുള്ളതാണ്, അകത്തുള്ളപ്പോൾ ഭാരമുള്ളതാണ്. അതിന്റെ റിയൽ ടേസ്റ്റോ നൈമിഷികമാണ്. 2 നിമിഷം നമ്മുടെ വായിൽ കിടന്ന് അരഞ്ഞു തിരിയുമ്പോൾ കിട്ടുന്ന ഒരു രസമല്ലാതെ ഭക്ഷണത്തിന് രസമുണ്ടോ? ഇതല്ലേ മഹാന്മാര് ആലോചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കട്ടിയുള്ള വിരിപ്പൊരു പ്രശ്നമല്ല. കാരണം ഇവിടുത്തെ വിരിപ്പ് നന്നാക്കാനല്ല വന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബസറയിൽ ജീവിക്കുന്ന കാലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് നല്ല നൈസ് റൊട്ടിയും നല്ല പാചകം ചെയ്ത ഇറച്ചിക്കറിയും കൊണ്ടുവന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? 13 കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയാണ്. 10 കൊല്ലം ഞാൻ സേവനം ചെയ്തു എന്ന അറ്റസ്റ്റേഷൻ പല ഹദീസിന്റെ പ്രയോഗങ്ങളിലും പറഞ്ഞ മാനാണ്. ഖദംതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്. 10 കൊല്ലം ഞാൻ നബി തങ്ങൾക്ക് സേവനം ചെയ്തു എന്ന പ്രയോഗം ഏറെ ഹദീസിലൂടെ നമുക്ക് വായിക്കാവുന്നതാണ്. അങ്ങനെയുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബസറയിൽ അവിടുത്തെ മുമ്പിലേക്ക് പാചകക്കാരൻ നല്ല നൈസ് റൊട്ടിയും പാചകം ചെയ്ത മാംസവും കൊണ്ടുവച്ചപ്പോൾ കരയുകയാണ്. എന്തേ അനസേ കരയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ്റൊന്നുമല്ല, ഞാൻ ഈ നല്ല മൃദുലമായ റൊട്ടിയും മനോഹരമായ ഇറച്ചിക്കറിയും കിട്ടിയപ്പോ ആലോചിച്ചു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ പോലും ഇത് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് പരുക്കൻ റൊട്ടിയല്ലാതെ കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെ പാചകം ചെയ്ത മാംസക്കറി കിട്ടിയിട്ടില്ല. ചൂടുവെള്ളത്തിൽ ഇട്ട് രോമം കളഞ്ഞിട്ട് അത് വീണ്ടും പാചകം ചെയ്തെടുത്ത ആട്ടിന്റെ മാംസമാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലുള്ളത്. അത് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ഒരു മാംസക്കറി അത് ഹബീബ് കഴിച്ചിട്ടില്ല. ഇന്നു കണ്ടില്ലേ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. ഇതാലോചിക്കുമ്പോൾ ഹബീബിനെ ആലോചിച്ചു പോവുകയാണ്. ആരാണ് പറയുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബിന് ദുനിയാവ് വിഷയമല്ല, ഹമ്മുഹും ഹമ്മുൽ ആഖിറ. അവര് പരലോകത്തിന്റെ വിചാരത്തിലാണ് മഹാന്മാർ. അപ്പോൾ എന്റെ സമുദായത്തിന്റെ മേലൊരു കാലം വരും, പരലോകം ഒരു ചർച്ചയല്ല, മരണാനന്തരം ഒരു ആലോചനയില്ല. അവര് ഭൗതികതയുടെ പ്രമത്തതയിൽ ഭ്രാന്തന്മാരായി ജീവിക്കുകയാ. അവരാലോചിക്കുന്നില്ല എനിക്ക് അപ്പുറത്തൊരു ജീവിതം ഉണ്ട്. അവര് ചിന്തിക്കുന്നില്ല എനിക്കൊരു ജീവിതം വരാനുണ്ട്. അവര് ഈ ഭൗതികതയുടെ ലയത്തിൽ കഴിഞ്ഞുകൂടുകയാ. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി. ഇത് ആഖിറത്തിൽ എനിക്ക് നഷ്ടമാകുമോ കഷ്ടമാകുമോ എന്ന ചിന്തയില്ല. ഹലാലല്ലാത്ത വരുമാനം മുഴുവനും നാളെ പരലോകത്ത് നഷ്ടമാണ്. ഹറാമായ വരുമാനം മുഴുവനും നമുക്ക് നാളത്തേക്ക് വലിയ കഷ്ടമാണ്. ചെറുപ്പക്കാരെ, ഹലാലല്ലാത്ത ഒരു വരുമാന മാർഗവും സ്വീകരിക്കാൻ പാടില്ല. പലിശ സ്വീകരിക്കാൻ പാടില്ല. അതിന് സഹായിക്കാൻ പാടില്ല. വലിയ വലിയ മുതലാളിമാര് അതാ കുറച്ചു കഴിയുമ്പോ പലിശയിലങ്ങ് വീണു പോവുകയാണ്. വല്ലാത്ത വേദന തന്നെ.
കണ്ടില്ലേ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി 27 ലൈലത്തുൽ ഖദ്റുമാണെന്ന ബോധ്യമായ രാത്രിയിൽ ഞാൻ എന്റെ വാപ്പാനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോയി. ഞാൻ വിശദമായി സംഭവം പറയുന്നില്ല. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, 27 ലൈലത്തുൽ ഖദ്റുമാണെന്ന ബോധ്യമായ രാത്രിയിൽ ഞാൻ വാപ്പാനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോയി. അങ്ങനെയാണ് സ്വാലിഹീങ്ങളായ മക്കൾ നല്ല രാത്രിയിൽ വാനറിയാൻ പോകും, അല്ലെങ്കിൽ മരണപ്പെട്ട ബന്ധുക്കളെ സിയാറത്ത് ചെയ്യും, അവർക്ക് വേണ്ടി യാസീനോ ദുആ ചെയ്യും, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യും. അത് സ്വാലിഹീങ്ങളായ മക്കളുടെ ലക്ഷണമാണ്. അങ്ങനെ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ വാപ്പാന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നു. തൊട്ടടുത്തുള്ള ഒരു ഖബറിൽ നിന്ന് നിലവിളി കേൾക്കുകയാണ്. റമദാനാണ്, 27 ലൈലത്തുൽ ഖദർ എന്ന അടയാളമുള്ള രാത്രിയാണ്. വാപ്പയുടെ ഖബറിന്റെ അടുക്കലുള്ള ഒരു ഖബറാളി എന്ന് നിലവിളിച്ചുകൊണ്ടതാ കിടക്കുകയാണ്. ഞാൻ നാട്ടുകാരോട് അന്വേഷിച്ചു അതാരുടെ ഖബറാണ്. ഞാൻ വിശദമായി അന്വേഷിച്ചപ്പോൾ അയാൾ നിസ്കരിക്കുന്ന ആളായിരുന്നു, നോമ്പെടുക്കുന്ന ആളായിരുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരു റിമാർക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല, അയാള് പലിശ സ്വീകരിച്ചയാളാണ്, പലിശക്കാരനായ ആളാണ്. പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ള ശിക്ഷയാണ്. അത് ഖബറിൽ അവസാനിക്കുന്നില്ല, അത് പരലോകത്ത് മാരകമായ വേദന നൽകുന്ന, യാതന നൽകുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട്, ഇതുപോലെയല്ലേ മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു തെറ്റിലേക്കും നീ നീങ്ങാൻ പാടില്ല. നിന്റെ വരുമാന മാർഗം ഒരിക്കലും ഹറാമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട നിരവധി രംഗങ്ങൾ ഉണ്ട്. അതിൽ ഒരു രംഗമാണ് പലിശക്കാരുടെ വലിയ ശിക്ഷയാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഇസുദ്ദീൻ സഖാഫി ഉസ്താദൊക്കെ ഉടനെ വരും. ഞാൻ വിശദമായ സംസാരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൗതികമായ വിചാരം അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തോടെയാകണം ജീവിക്കേണ്ടത്. ഇന്ന് ചില ആളുകൾ കണ്ടില്ലേ, ടെക്സ്റ്റൈൽസുകൾക്ക് മുമ്പിൽ വലിയ വലിയ പ്രതിമകളെ വെച്ചിട്ടുണ്ട്. അത് നിഷിദ്ധമായ കാര്യമാണ്. ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് ചെന്നാൽ മുതലാളി ഏതാ ബൊമ്മ ഏതാന്ന് തിരിച്ചറിയില്ല. ആ നിലക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ആണും പെണ്ണുമുണ്ട്, രണ്ടും കെട്ടതുമുണ്ട്. അതെല്ലാം നിരത്തി വെച്ച് നീ കച്ചവടം ചെയ്യുന്നു. മോനെ, ഇത് ഹറാമായ പണിയല്ലേ? ഈ പ്രതിമകളെയും കോലങ്ങളെയും നിന്റെ കടയിൽ കയറ്റിവെച്ചത് തെറ്റല്ലേ മോനെ? നീ അതിനുവേണ്ടി പൈസ ചെലവഴിച്ചത് കുറ്റമല്ലേ മോനെ? ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നയാളാണ്, എനിക്ക് അതില്ലാതെ കിട്ടുന്ന വരുമാനം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ ഈമാനുള്ള ചെറുപ്പക്കാര് വരണം. അതല്ലേ ഭൗതികതയിൽ ഭ്രമിച്ചു പോയാൽ, ആത്മീയതയെ മറന്നുപോയാൽ അയാൾക്ക് നിയമമില്ല. അയാൾ ഏതൊക്കെയോ അനുഭവിക്കുകയാണ്, പലിശയിലേക്ക് വീഴുകയാണ്, ഹറാമായ വരുമാന മാർഗങ്ങളിലേക്ക് പോവുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞു, സ്ഥാപനത്തിന് നമുക്കൊരു സഹായം കിട്ടുന്ന ആളെ വേണം. അയാളെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ വീടിന്റെ ഓപ്പോസിറ്റ് അയാളുടെ വലിയ ഹോട്ടൽ നടക്കുന്നുണ്ട്. വീട്ടുകാര് പറഞ്ഞു, അതാ ഹോട്ടൽ നമ്മുടെ ഹോട്ടലാണ്, അവിടെ കൗണ്ടറിലുണ്ടാകും വീട്ടുകാരൻ. എന്നെ കൊണ്ടുപോയ ആളോട് ഞാൻ പറഞ്ഞു, അയാളുടെ സഹായം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട. സാധുക്കളായ മുഅ്മിനീങ്ങൾ 10ഉം 100ഉം ഒക്കെ തന്ന് സഹായിക്കും.
അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അല്ലാതെ റമദാൻ മാസത്തെ അപമാനിച്ചുകൊണ്ട് പരസ്യമായി ഭക്ഷണ കച്ചവടം നടത്തുന്ന മെഗാ മുതലാളിമാരി സമുദായത്തിന്റെ പേരിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ഉണ്ട് സഹോദരാ. യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ഉഖബാ. അവനൊക്കെ വസിക്കുന്ന വീടും തകരും, ആയിരിക്കുന്ന കടയും മൊഴിയും അവസാനം ഈ മുതലാളിയും കെട്ടി പള്ളിക്കാട്ടിൽ കൊണ്ട് കളയും. അല്ലാതെ ഒരു തമ്പുരാനും ഇവിടെ വാഴുന്നതല്ല. ദുനിയാവിനെ പ്രണയിച്ചിട്ട് ആഖിറത്തെ മറന്നുപോയവന്മാരല്ലേ. ഞാനിപ്പോൾ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്ന ചെറുപ്പക്കാരുണ്ടോ? ആ പ്രതിമകളങ്ങെടുത്ത് മാറ്റിയേക്കണം. അത് നിന്റെ ആഖിറത്തിന് നല്ലതാണ്. കൂട്ടുകാരുണ്ടോ എന്ന് ഉപദേശിച്ചേക്കണം. ഇസ്ലാം അത് അംഗീകരിക്കുന്ന രീതിയല്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂനദ്ദൂർ വയൻസൗനൽ ഖുബൂർ. എന്റെ ഉമ്മത്തിന്റെ മേൽ നാളെ വരാനുള്ള വലിയൊരു ഭീഷണി എന്താണ്? അവരവരുടെ വീടുകളെ ഇഷ്ടം വെക്കുകയാണ്, ഖബറുകളെ അവര് മറക്കുകയാണ്. വീട് നന്നാകണം, വീടിന്റെ ഇന്റീരിയർ നന്നാകണം, വീടിന്റെ പെയിന്റ് നന്നാകണം, വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ഇടണം, 4 ചുറ്റും മതിൽ വരണം. അതാ വീടിന്റെ മോടി പിടിപ്പിക്കാൻ അവന് നെട്ടോട്ടമോടുകയാണ്. എന്നാൽ അവൻ ആലോചിക്കുന്നില്ല, നാളെ ഈ വീട് വിട്ട് ഞാൻ പോകേണ്ടവനാണ്. എനിക്ക് പള്ളിക്കാട്ടിൽ ഒരു കുഴി റെഡിയാകുന്നുണ്ട്. ആ ഖബർ എന്ന് പറയുന്ന വീട്ടിലേക്ക് എനിക്കൊന്ന് എത്തേണ്ടതുണ്ട്. ആ വിചാരം നമ്മളെ മതിക്കുന്നില്ല. ആ വിചാരത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. വയൻസൗനൽ ഖുബൂർ. ഖബറുകളെ അവര് മറന്നുപോയി. ഏറ്റവും വലിയ ഏകാന്തതയുടെ വീടാണ്. അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല. ആ രീതിയിലുള്ള ഖബറുകളല്ലേ. അതേ സമയത്ത് മുൻഗാമികളായ ആളുകൾ ആലോചിച്ചു, പടച്ചവനെ നാളെ ഖബറിൽ കിടക്കേണ്ടതാണ്, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? എന്റെ ഉമ്മമാരെ അറിയില്ലേ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? ബല്ലിയെ കണക്കിൽ സുഹ്റാബിക്ക് 3ാമത്തെ ഫെരമകളാകുമേ ഈ ബിവി നഫീസത്തെ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലി നഫീസത്തുമാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. ഇന്ന് ഉമ്മമാർക്ക് നഫീസത്തുമാല അറിയില്ല. ഇന്നത്തെ പെങ്ങന്മാർക്ക് നഫീസത്തുമാല അറിയില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ 3ാമത്തെ പേരക്കുട്ടിയാണ്. അതാണ് മാലയിൽ പറഞ്ഞത്, ബല്ലിയെ കണക്കിൽ സുഹ്റാബിക്ക് 3ാമത്തെ ഫെരമകളാകുമേ ഈ ബിവി നഫീസത്തെ. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ എവിടെയാണ്? മഹദി അവറുകൾ ഇന്ന് കിടന്നുറങ്ങുന്ന ഈജിപ്തിലെ കൈറോ സിറ്റിയിലെ ആ ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോ ചരിത്രം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തെന്നല്ലേ, നഫീസ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ഖബറിന്റെ ഉള്ളിൽ ഇരുന്ന് ജീവിതകാലത്ത് തന്നെ ഖബർ കുഴിച്ചിട്ട് 6000 ണപ്പാത്തമാക്കിയ മഹദിയാണ് ബീവി നഫീസ. നഫീസ റളിയല്ലാഹു അൻഹ ജീവിതകാലത്ത് തന്നെ ഖബർ കുഴിച്ചിട്ട് അതിൽ ഇരുന്ന് 6000 ഖത്ം ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നഫീസ ബീവിയെ കുറിച്ച് 4 മണിക്കൂർ സംസാരിച്ച സീഡി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതിൽ ഇമാമുകൾ പറഞ്ഞ ഉദ്ധരണികളോടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മഹദി അവരുടെ ജീവിതം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി
മക്കയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് കൈറോയിൽ വഫാത്തായി. എല്ലാ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനപ്രകാരം മുന്നോട്ട് പോയ ബീവി നഫീസ റളിയല്ലാഹു അൻഹാ, അവരുടെ ആലോചന വീടത്ര വലുതാക്കണമെന്നല്ല, ഖബറത്ര വിശാലമാകണമെന്നാണ്. അതുകൊണ്ട് ഖബർ കുഴിച്ച് ജീവിതകാലത്തു തന്നെ ഖുർആൻ ഓതി ഒരുക്കിയ മഹദിയാണ് ബീവി നഫീസ. മഹാനായ ഉമേനല്ലൂർ ശൈഖുന ഉപ്പാപ്പ അവர்கள் ജീവിതകാലത്തു തന്നെ ഖബർ തയ്യാറാക്കിയിട്ട് അതിൽ വെളിച്ചം കിട്ടാൻ എത്രമാത്രം അമലുകളാണ് ചെയ്തത്. നമ്മുടെ ഓരത്തല്ലേ മഹാനവർകൾ വിശ്രമിക്കുന്നത്. തഴവാ ഉസ്താദ് കണ്ടില്ലേ, ജീവിതകാലത്തു തന്നെ ഖബർ തയ്യാറാക്കി അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള ഓരോ കല്ലിലും 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ് ആ കല്ലുകൾ ഉപയോഗിച്ചാണ് ഖബർ കിട്ടിയതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ലേ? അവരുടെ ചിന്ത എന്താണ്? നാളെ ഞാൻ കിടക്കേണ്ട ഖബറിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ഖബർ തയ്യാറാക്കിയത്. അതിനെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ടല്ലേ അത് വേണ്ടതുപോലെ ക്രമീകരിച്ചത്. അതാണ് മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. യുഹിബ്ബൂനദ്ദൂർ വയൻസൗനൽ ഖുബൂർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, അലിയാർ തങ്ങളെ, ഞാനൊരു നല്ല വീട് പണിതിട്ടുണ്ട്, ആ വീട്ടിൽ വെക്കാനൊരു കവിത എഴുതി തരുമോ? ആ വീട്ടിൽ വെക്കാനൊരു കവിത എഴുതി തരുമോ? അലി റളിയല്ലാഹു അൻഹു വലിയ കവിയാണ്, നിമിഷ കവിയാണ്, സാഹിത്യത്തിൽ വലിയ സാമ്രാട്ടാണ്. മഹാനവറുകളുടെ കവിതാ സമാഹാരം ഇന്നും നമുക്ക് ലഭ്യമാണ്. ദീവാനു അലി ഇബ്നു അബീ ത്വാലിബ് എന്ന പേരിൽ ആ അലി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ വദൂറുനാ ലിഖറാബി ദഹ്രി നബ്നീഹാ. ഓ മോനെ, അംവാലുനാ ലിദവിൽ മീറാസി നജ്മഉഹാ, നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം നമ്മളോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂട്ടുന്നത്. നാളെ മക്കൾക്ക് അടിപിടി കൂടാനാണ് നമ്മൾ ഉണ്ടാക്കിയിടുന്നത്. വദൂറുനാ ലിഖറാബി ദഹ്രി നബ്നീഹാ, നമ്മുടെ വീടുകളാണെങ്കിലോ കാലത്തിന് നശിപ്പിച്ചു കളയാനുള്ള വീടാണ്. കാലം ചെല്ലുമ്പോൾ അത് കൊള്ളാതെ ആവുകയാണ്. എത്രയോ രാജാക്കന്മാരുടെ കൊട്ടാരമാണ് പൊടിപൊടിയായിക്കൊണ്ടിരിക്കുന്നത്. അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരം കണ്ടില്ലേ കണ്ണൂർ സിറ്റിയിൽ? അതുപോലെ എത്രയെത്ര കൊട്ടാരങ്ങളാണ് നൊരുമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വസിച്ചവരെ കാണാനില്ല. അതുകൊണ്ട് വിനയത്തോടെ പറയട്ടെ, വഅമൽ ലിദാരിൻ ഗദൻ റിളവാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു വർ റഹ്മാനു നാശീഹാ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് നാളെ ഒരു വീടുണ്ടാക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? വൽ ജാറു അഹ്മദു, അവിടുത്തെ അയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് നൽകുന്നവൻ അല്ലാഹുവാണ്. ആ വീടിന് വേണ്ടിയാണ് നീ അമല് ചെയ്യേണ്ടതെന്ന് അലി റളിയല്ലാഹു അൻഹു എണ്ണി പറയുമ്പോൾ അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പുതിയ വീട്ടിൽ കവിത തൂക്കാൻ ആവശ്യപ്പെട്ടു വന്നയാള് പറയുന്നു, ഈ വീട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ നൽകുകയാണ്, എനിക്കിനി ആഖിറത്തിലെ വീട് മതിയല്ലോ. ഈ നിലക്കുള്ള വിചാരമാണ് മഹാന്മാർക്കുള്ളത്. അവര് കൊട്ടാരങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നവരല്ല, പാരത്രിക വിചാരങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നവരല്ല. അതുകൊണ്ട് മോനെ വരേണ്ടത് യുഹിബ്ബൂനദ്ദൂർ വയൻസൗനൽ ഖുബൂർ.
അതാ ഇനിയൊരു കാലം വരും, അതിൽ ഒരു ജനത വരും. അവരുടെ സ്വഭാവം എന്താണ്? അവര് വീടുകളെ ഇഷ്ടം വെക്കുന്നു, ഖബറുകളെ മറക്കുന്നു. അതിൽ നിന്ന് മുക്തനാകണം. ഇതിനപ്പുറം ഒരു വീട് വരുന്നു എന്ന ആലോചന വേണം. എപ്പോഴാണ് ആ വീട്ടിലേക്കുള്ള യാത്ര അറിയില്ല. എല്ലാ വയസ്സുകാരനും യാത്രയ്ക്ക് റെഡിയായവനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ പ്രായമുള്ള ആളുകളെ, നിങ്ങൾക്ക് നര ബാധിച്ചിട്ടില്ലേ? പഴുത്ത മാങ്ങ ഒരു ചെറിയ കാറ്റടിച്ചാൽ വീണുപോകുന്നത് പോലെ വയസ്സന്മാരെ, മരണം നിങ്ങളുടെ തൊട്ടടുത്തു തന്നെയില്ലേ? ചെറുപ്പക്കാരെ, പച്ചമാങ്ങയല്ലേ പറിച്ചെടുത്ത് കറി വെക്കുന്നത് എന്നതുപോലെ ചെറുപ്പക്കാർക്കും മരണം അന്യമല്ല. എത്രയോ ചെറുപ്പക്കാരാണ് ഈ റമദാനിൽ മരിച്ചുപോയത്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان എന്ന് ദുആ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ റമദാനിലേക്ക് വന്നത്. ആ റമദാനിന് വേണ്ടി കാത്തിരുന്ന് ദുആ ചെയ്തതിനു ശേഷം എത്ര ആളുകളാ നമ്മളോട് വിട പറഞ്ഞു പോയത്. റമദാനിന്റെ തലേന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെല്ലുമ്പോ ഒരാള് വന്നുകൊണ്ട് സങ്കടത്തോടെ പറയുകയാണ്, ഉസ്താദേ, അതാ ഒരാൾ ഇന്നലെ ദാരുണമായി മരിച്ചുപോയി. മരണമെങ്ങനെയാണ്? മരം മുറിക്കുന്ന ജോലിക്കാരനാണ്. കൂടെയുള്ള ജോലിക്കാരൻ മരത്തിന്റെ മുകളിൽ കയറി ഓട്ടോമാറ്റിക് വാളുകൊണ്ട് അറുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്ന കൂലിക്കാരൻ, കൂടെയുള്ളയാള്, മേലെ ഇരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് വാള് സ്ലിപ്പായി താഴെ കുനിഞ്ഞു നിന്ന് മരം പെറുക്കുന്നയാളുടെ കഴുത്തിലേക്കങ്ങ് വീണുപോയി. അതേ സെക്കൻഡിൽ തന്നെ 2 കഷ്ണമായില്ലേ? 34 വയസ്സുള്ള ആലപ്പുഴ ജില്ലയിലെ മുജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ റമദാനിന്റെ തലേന്ന് പ്രിയമുള്ള സഹോദരാ ഇതുപോലെ ലോകത്തോട് വിട പറഞ്ഞു പോയത്. നമ്മുടെ മനസ്സുകളെ മതിക്കുന്നില്ല ഇതുപോലെയുള്ള മരണങ്ങൾ. എന്റെയും നിങ്ങളുടെയും പ്രായങ്ങൾ മരണത്തിന് പറ്റുന്ന പ്രായമാ. ഞാനൊരു നാട്ടിൽ ചെന്നപ്പോ അതാ ഒരു വീട്ടുകാരൻ പറയുകയാ, ഈ കാണുന്ന വലിയ വീടില്ലേ ഉസ്താദേ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാവപ്പെട്ട ആൾ ആ വീട്ടിലേക്ക് ചെന്നു. എന്തെങ്കിലും ഒരു സഹായം തേടി ചെന്നതാ. വീട്ടുകാരൻ ചോദിച്ചു, എന്താണോ വഴിതെറ്റി വന്നതാണോ എന്ന്. ആ വഴിതെറ്റി വന്നതാണോ എന്ന് ചോദിച്ച വീട്ടുകാരൻ കേവലം 35-36 വയസ്സുള്ള വലിയ സമ്പന്നനാ. അടുത്ത ദിവസമായപ്പോഴേക്ക് അയാൾ പൊടുന്നനെ അറ്റാക്ക് വന്നങ്ങ് മരിച്ചുപോയി. അസ്രായീലിനോട് ചോദിച്ചില്ല വഴിതെറ്റി വന്നതാണോ എന്ന്. അസ്രായീലിനോട് പറഞ്ഞില്ല വഴി മാറി വന്നതാണോ എന്ന്. ഇതുപോലെ എന്നെയും നിന്നെയും അല്ലാഹുവിന്റെ വിധി വരുമ്പോ തടുത്തു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ഒരു ആലോചന നമുക്കില്ല. യുഹിബ്ബൂന ദൂറ വയൻസൗനൽ ഖുബൂർ. വെഞ്ഞാറമ്മൂട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുന്ന സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം കായംകുളത്ത് വെച്ച് നോമ്പ് തുറയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് ചെറിയൊരു തലവേദന വന്ന പൊടുന്നനെ മരണപ്പെട്ടു പോയില്ലേ? രോഗിയായി കിടക്കയിൽ കിടന്നതല്ല, മാറാരോഗങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതാനില്ല. അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും അപകടങ്ങൾ വന്നുപോയതല്ല. ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹുവിന്റെ വിധി ഇങ്ങ് വന്നാൽ അത് തടുത്തു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല.
സൂക്ഷിക്കണേ മോനെ. റമദാൻ നമ്മളോട് വിട പറയുന്ന നേരത്ത് റമദാൻ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ, അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കൊഴിക്കാൻ ഞങ്ങൾ തയ്യാറാ, അള്ളാഹ്ക്ക് വേണ്ടി രാത്രി നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് റമദാൻ. അതുപോലെ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു സംസ്കാരമാണ് റമദാൻ നമ്മളിൽ സ്ഥാപിക്കേണ്ടത്, റമദാനിലൂടെ നമ്മളിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേരാൻ പരിശുദ്ധമായ റമദാൻ വിട പറയുമ്പോ നമ്മളിൽ വേണ്ടതെന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. റമദാൻ നിങ്ങൾക്ക് നൽകേണ്ട സന്ദേശം എന്താണ്? അത് തഖ്വയുടെ സന്ദേശമാണ്, ഈമാനിന്റെ സന്ദേശമാണ്. റമദാൻ വിട പറയുമ്പോ നീ ഒരു മുത്തഖിയായിട്ടില്ലെങ്കിൽ പിന്നെ റമദാൻ നിന്നിൽ എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? റമദാൻ വിട പറയുമ്പോ അല്ലാഹുവിനെ അനുസരിക്കാനും അവന്റെ വിധിക്ക് വിധേയനാകുമ്പോ തൃപ്തിപ്പെടാനുമുള്ള മനസ്സ് വന്നില്ലെങ്കിൽ റമദാൻ എന്നിലും നിന്നിലും എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? ലഅല്ലകും തത്തഖൂൻ. അപ്പോൾ അല്ലാഹുവിലേക്ക് ചേരണം, അല്ലാഹുവിനെ അനുസരിക്കാനുള്ള മനസ്ഥിതിയിലേക്ക് വളരണം. പിന്നീട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഹിബ്ബൂനൽ അയ്യാൽ വയൻസൗനൽ ഹഖ്ഖ. അവര് കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, അതുപോലെ ബന്ധുക്കളോട് സ്നേഹമുണ്ട്. വയൻസൗനൽ ഹഖ്ഖ. ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്താണ്? മക്കൾക്ക് നിറവേറ്റേണ്ട ബാധ്യത എന്താണ്? ആ ബാധ്യത മറന്നവരാണ്. നമുക്ക് മക്കളോടും ഭാര്യയോടുള്ള സ്നേഹം അവർക്ക് ഇഷ്ടമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കുക എന്നിടത്തേക്ക് എത്തി. അതല്ല സ്നേഹം. ഭാര്യയോടുള്ള സ്നേഹം അവൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കലാണ്, മക്കളോടുള്ള സ്നേഹം അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കലാണ്. നീ അവർക്ക് നൽകുന്നത് കാരണം അവര് നരകത്തിലേക്ക് പോയാൽ നീ അവരോട് സ്നേഹമുള്ളവരാണെന്ന് വാദിച്ചാലും കടപ്പാട് മറന്നവനാണ്. നിന്റെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം അല്ലാഹുവിനെ മറക്കുന്ന വിദ്യാഭ്യാസമായാൽ നീ നിന്റെ മകനോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവനല്ല. നിങ്ങൾ നോക്കൂ, റമദാൻ മാസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസ തുറക്കാൻ പോവുകയാണ്, യാതൊരു ആരവം ഇല്ല. അതേ സമയത്ത് ജൂൺ മാസമാകുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ബാഗ് വാങ്ങണം, യൂണിഫോം വാങ്ങണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, ഗൈഡ് വാങ്ങണം, ലേബറിന്റെ ബുക്ക് ചെയ്യണം. എല്ലാം വലിയ തത്രപ്പാടിലും തിരക്കിലുമാണ്. മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ മാതാപിതാക്കൾ വലിയ നെട്ടോട്ടത്തിലാണ്. അതേ സമയത്ത് ശവ്വാൽ മാസമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള റമദാൻ കഴിഞ്ഞുള്ള മദ്രസ തുറക്കുന്ന മാസമാണ്. വാപ്പായുടെ തലയിൽ ആ ഒരു അജണ്ട വരുന്നില്ല, നാടിൽ അത്തരം ചില വിചാരങ്ങൾ വരുന്നില്ല. മാതാപിതാക്കളുടെ ചിന്തയിലേക്ക് മദ്രസയുടെ പ്രാധാന്യം വരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ മകനിനി 5ാം ക്ലാസ് മദ്രസയിലാണ്. അവന് മദ്രസയിലെ യൂണിഫോം വേണം, അവന് മദ്രസയിലെ ടെക്സ്റ്റ് ബുക്ക് വേണം, അവന് മദ്രസയിൽ പോകാൻ ഇന്ന കാര്യങ്ങൾ വേണം. അത്തരം ആലോചനകളൊന്നും നമ്മുടെ മാതാപിതാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ? അവർക്ക് പള്ളിക്കൂടമെന്നല്ലാതെ പള്ളിപ്പുരയെന്ന് പഴയ ഭാഷയിൽ പറയുന്ന മദ്രസയിലേക്ക് മക്കൾ പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന എവിടെ? അതല്ലേ നമ്മൾ ഇന്ന് അന്യം വെച്ചുപോയത്. യഥാർത്ഥത്തിൽ മദ്രസയിലേക്ക് പോകുന്ന ആരുടെ മൂല്യം എന്താണ്?
മൻ സലക ഫീ ത്വരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ ത്വരീഖിൽ ജന്ന. ഒരാൾ ഇൽമ പഠിക്കാനുള്ള വഴിയിൽ കടന്നാൽ അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. ഒരു കുട്ടി മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടാൽ ബൈനഹു വ ബൈനൻ നബീന ദറജ, അവന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ. ചില ആളുകളൊക്കെ വിചാരിക്കും ഈ മുസ്ലിയാക്കന്മാര് തലയെക്കെട്ടും കെട്ടി വെള്ളക്കുപ്പായിട്ട് എങ്ങനെയോ കാലത്തിന്റെ ഗതികേട് കൊണ്ടങ്ങ് ആയിപ്പോയതാണെന്ന്. അല്ല മോനെ, ദുനിയാവിലെ ഏറ്റവും വലിയ സെലക്ഷൻ ഏതാണ്? അള്ളാഹുവിന്റെ ഇൽമിന്റെ വഴി തിരഞ്ഞെടുക്കലാണ്. അത് കേവലം വെറുതെ ഞാനങ്ങ് പറയുകയല്ല. കേരളത്തിന്റെ തെക്കറ്റം മുതൽ വടക്കറ്റം വരെ ഒന്ന് സന്ദർശിച്ചു നോക്ക്. ഒരു മുഖ്യമന്ത്രിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾ ചോദിക്കുന്നില്ല. ഒരു മുതലാളിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾ അന്വേഷിക്കുന്നില്ല. ഒരു നാടുവാഴിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾക്കറിയേണ്ടതില്ല. കാരണം എന്തേ? അവരെല്ലാം മരിക്കുന്നതോടെ അവരുടെ പദവി തീർന്നുപോയി. ഒരു മുഖ്യമന്ത്രിയുടെയും ഖബർ തേടി ജനങ്ങൾ പോകുന്നില്ല. കാരണം അവരെ ഞങ്ങൾക്ക് വേണ്ട. അതേ സമയത്തോ നോക്കൂ മോനെ, സയ്യിദ് അലവി മമ്പുറം തങ്ങൾ എത്ര കാലമായി മമ്പുറത്ത് വിശ്രമിക്കുന്നുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ എത്ര മന്ത്രിമാര് കഴിഞ്ഞുപോയി, എത്ര രാഷ്ട്രീയ കോലടക്കം സൃഷ്ടിച്ചവര് മലബാറിൽ കഴിഞ്ഞുപോയി. അവരുടെ ആരുടെയും ചാരത്തേക്ക് ചെല്ലാൻ രാഷ്ട്രീയക്കാരെ പോലും കിട്ടാനില്ല. ഇതല്ലേ ദുനിയാവിലെ ഒരു ഭരണാധികാരിക്കും ആലിമീങ്ങളുടെ സ്ഥാനത്തിന്റെ ഏഴയലത്തൊരു പദവിയുമില്ല. അവൻ മരിക്കുന്നതോടെ അവന്റെ പദവി തീർന്നു. അവൻ മരിക്കുന്നതോടെ അവന്റെ പണം തീർന്നു. അവന് ജനങ്ങൾക്ക് വേണ്ട. അതേ സമയത്ത് ആലിമീങ്ങൾ അങ്ങനെയല്ല. അവരെ ജനങ്ങൾക്ക് വിട്ടൊഴിയാൻ സാധ്യമല്ല. 1400 കൊല്ലം മുമ്പ് ജീവിച്ച മഹാന്മാരെ അറിയുന്നില്ലേ? അതാരാണ്? സ്വഹാബത്താണ്. അവര് പാവപ്പെട്ട ജീവിതം നയിച്ചെങ്കിലും അവര് ഇൽമിന്റെ രാജാക്കളാണ്. അവരെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. ഞങ്ങൾ ഈ അടുത്തയിടയിൽ 6 രാജ്യങ്ങളിൽ പോയി. ഇറാഖിലും ജോർദാനിലും ഫിലസ്തീനിലും ഇസ്രയേലിലും ഈജിപ്തിലും അടക്കമുള്ള രാജ്യങ്ങളിൽ അവിടെയെല്ലാം പോകുമ്പോൾ 90 സ്ഥലങ്ങളിൽ ഞങ്ങൾ സന്ദർശനത്തിന് പോയി. ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഒന്നിലേറെ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇമാം യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഏറെ സാദാത്തുക്കളുടെ മഖ്ബറയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഒരുപാട് മഹാന്മാർ. അത് കൂട്ടാതെ 90 സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ എല്ലാം ചെല്ലുമ്പോൾ ഒരു രാജാവിന്റെയും ഖബറിടം ജനങ്ങൾ അന്വേഷിച്ചു വരുന്നില്ല. ആകെ ഒരു ഭരണാധികാരിയെ ഞങ്ങൾ കണ്ടുള്ളൂ. അതാരാണ്? ഈജിപ്തിലെ മ്യൂസിയത്തിൽ കിടക്കുന്ന ഫറോവ മാത്രമാണ്. ഫിർഔനെ മാത്രം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്വീകരിച്ച്. വേറെ ഒരു ഭരണാധികാരിയും ജനങ്ങൾ അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജനങ്ങൾ അന്വേഷിക്കുന്നു. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുന്നു. വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുന്നു. ഇബ്രാഹിം അദ്ദസൂഖി തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുന്നു. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയെ തേടി ചെല്ലുന്നു. റാബിഅത്തുൽ അദവിയെ തേടി ചെല്ലുന്നു. അബൂ ഹനീഫ ഇമാം തങ്ങളെ തേടി ചെല്ലുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ തേടി ചെല്ലുന്നു. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി തങ്ങളെ തേടി ചെല്ലുന്നു. അതേപോലെ ഒരു രാജാവിനെയും ജനങ്ങളെ തേടി ചെല്ലുന്നില്ല. അപ്പോൾ മനസ്സിലായി നിലനിൽക്കുന്ന വിലാസ
വിലാസം അത് ആലിമീങ്ങളുടെ വിലാസമാണ്. അത് മുതലാളിമാരുടെ വിലാസമല്ല, അത് തമ്പുരാക്കന്മാരുടെ വിലാസമല്ല, അത് പണക്കോട്ടകളുടെ വിലാസമല്ല. നിലനിൽക്കുന്ന വിലാസം അത് ആലിമീങ്ങളുടെ വിലാസമാണ്. ഖുർആൻ ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ആലിമീങ്ങളും അല്ലാത്തവരും സമന്മാരാണോ? അല്ല, അല്ല, ഒരിക്കലും അല്ല. അപ്പം മദ്രസ തുറക്കാൻ പോവാണ്. നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ മദ്രസ തുറക്കുന്നത് ആഘോഷപരമാക്കാൻ നമുക്ക് കഴിയണം. മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് റിലീഫ് കൊടുക്കണം. സ്കൂൾ തുറന്നാലുണ്ടാവും കുറെ സംഘടനകൾ നോട്ട് ബുക്ക് കൊടുക്കാനും ടെക്സ്റ്റ് കൊടുക്കാനും ബാഗ് കൊടുക്കാനും കൊട കൊടുക്കാനും ഒക്കെ. മദ്രസ തുറക്കുമ്പോൾ കൊടുക്കാൻ നമ്മളെ കാണുന്നില്ല, അത് നമ്മളെ ബാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ 23 രാവിലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഇഖ്റ 2013. പാവപ്പെട്ട മദ്രസ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ്. അൽഹംദുലില്ലാഹ്, അതിന്റെ ആലോചന മീറ്റിംഗിൽ തന്നെ 100 വിദ്യാർത്ഥികൾക്കുള്ളത് ഓഫർ ആളുകൾ ഏറ്റെടുത്തു. ഇനിയും ഇൻഷാ അല്ലാഹ് കഴിയുന്നത്ര കുട്ടികൾക്ക് കൊടുക്കണം. അത് നമ്മുടെ നാട്ടിൽ നടക്കണം. പാവപ്പെട്ട കുട്ടികൾക്ക് മദ്രസ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കൊടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം അവൻ അലിഫ് പഠിക്കുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടിയാകട്ടെ, അവൻ ജീവിതകാലം മുഴുവനും അല്ലാഹ് എന്ന് വായിക്കുമ്പോഴും എഴുതുമ്പോഴും ആദ്യത്തെ അലിഫ് പഠിച്ചിട്ടല്ലേ അവനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ മദ്രസ ബുക്ക് വാങ്ങിക്കൊടുത്തയാൾക്ക് വലിയ കൂലിയുണ്ട്. നിസ്കാരത്തിന്റെ ഫർദ് പഠിക്കുന്ന അമലിയാത്ത് വാങ്ങിക്കൊടുത്ത വാപ്പാ, അല്ലെങ്കിൽ സഹായം ചെയ്യുന്ന ആളുകളെ, അവൻ ജീവിതകാലം മുഴുവനും നിസ്കരിക്കുന്നത് ആ നിയമം പഠിച്ചിട്ടാണ്. ആ ബുക്ക് വാങ്ങിക്കൊടുത്തവർക്ക് വലിയ കൂലിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ പ്രോത്സാഹിപ്പിക്കുകയും മദ്രസ രംഗത്തേക്ക് വലിയ പ്രചോദനം നൽകുകയും 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും ഒക്കെ കഴിയുമ്പോൾ മക്കളിന് തികഞ്ഞുപോയി എന്ന് വിചാരിച്ച് തിരിച്ചു വിളിക്കുന്ന ചില വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർ വിവരമില്ലാത്തവരാണ്. കാരണം അവർക്കറിയുന്നില്ല അല്ലാഹുവിനെ അറിയുന്നതിന്റെ മൂല്യം അറിയുമോ? നിങ്ങളുടെ മകൻ ഒരു ഡോക്ടറായാൽ അവൻ പഠിക്കുന്ന സിദ്ധാന്തം മുഴുവനും ഏതോ മനുഷ്യന്മാരുണ്ടാക്കിയ സിദ്ധാന്തങ്ങളാണ്. അതേ സമയത്ത് ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു കുട്ടി മനപ്പാഠമാക്കുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. എത്ര അമൂല്യമായ വസ്തുവാണ് അവന്റെ മെമ്മറിയിൽ കിടക്കുന്നത്. ഇനി ദുനിയാവിലെ ഒന്നും അവൻ അറിഞ്ഞില്ലെങ്കിലും അവന്റെ മെമ്മറിയിലുള്ളത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. നിന്റെ മകൻ ആരാണ്? എന്റെ മകൻ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ മനപ്പാഠമാക്കിയ മകനാണ്, അഥവാ ഹാഫിളാണ്. അപ്പൊ വാപ്പാക്ക് ഗമിക്കാൻ, അല്ലെങ്കിൽ വാപ്പാക്ക് ഗമ കാണിക്കാൻ പറ്റുന്ന വലിയൊരു പദവി തന്നെ. ഇന്നങ്ങനെയല്ല. എന്റെ മകനോ മൂത്ത മകൻ ഡോക്ടറാണ്, 2ാമത്തെ മകൻ എഞ്ചിനീയറാണ്, 3ാമത്തവൻ പിന്നെ ഓതാമിട്ടതാണ് എന്ന നിലക്ക് കാണുന്ന ചില വാപ്പമാരുണ്ട്. സമുദായത്തിലെ ചില ആളുകളുണ്ട്. ഈ മദ്രസകൾ നശിപ്പിച്ചു കളഞ്ഞത് ഇവിടുത്തെ ഉമറാക്കളാണ്, ഇവിടുത്തെ പള്ളിയും മദ്രസയും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മദ്രസകളുടെ നിലവാരം കുറച്ചു കളഞ്ഞത് കേട്ടോ. അതിന്റെ കാരണം ഒരു LP സ്കൂളിലെ അധ്യാപകന്റെ ശമ്പളം ഒരു മദ്രസ മുഅല്ലിമിന് കൊടുക്കാൻ തയ്യാറായില്ല. ബാക്കി എല്ലാത്തിനും പൈസയുണ്ട്. പള്ളിക്ക് വലിയ മിനാരം കെട്ടാൻ, അത് വർഷത്തിൽ പെയിന്റ് അടിക്കാൻ, വലിയ മതിൽ കെട്ടാൻ, മതിലിലെ ഓരോ തൂണിലും ലൈറ്റ് വെക്കാൻ ഒക്കെ കമ്മിറ്റിക്കാർക്ക് പൈസയുണ്ട്. പക്ഷേ മുഅല്ലിമിന് ശമ്പളം കൊടുക്കാൻ വരുമ്പോൾ പൈസയില്ല. അപ്പോൾ സാധാരണക്കാര് ചിന്തിച്ചു, എന്റെ മകൻ ഓതിയിട്ട് മൗലിയാരായാൽ അവന് ചെറിയ ശമ്പളമായി പോകും. അങ്ങനെ ഈ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഡീഗ്രേഡ് ചെയ്തു കളഞ്ഞു. ഇൽമിനെ ഡീഗ്രേഡ് ചെയ്തു കളഞ്ഞു.
ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ 10 മുത്തഅല്ലിമീങ്ങളുടെ ഒരു ഉസ്താദിനെ കിട്ടണം. അവിടെ നമുക്ക് പറയാനുള്ള എന്താ? 1 പ്രസിഡന്റിന്റെ മുത്തഅല്ലിമായിക്കോട്ടെ, 2 സെക്രട്ടറിയുടേതും 7 ഭാരവാഹികളുടെയും ഓരോ മക്കളെ ഓതാൻ വിട്ടാൽ ഓദിക്കാൻ പറ്റുന്ന ഒരു ഉസ്താദിനെ ഞാൻ തരാം. പ്രസിഡന്റിന്റെ മോനെ ഓതാൻ കിട്ടൂല, സെക്രട്ടറിയുടെ മോനെ ഓതാൻ കിട്ടൂല. അവരൊക്കെ വേറെ ഏതോ ഡണ്ടുകളിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, ബാംഗ്ലൂരിൽ അവൻ MBBS പഠിക്കുകയാണ്. എടോ, ഏറ്റവും വലിയ ഇൽമ അല്ലാഹുവിനെ അറിയുന്ന ഇൽമാണ്. അതിനപ്പുറം ഒരു ഇൽമും ഇല്ല. ഏറ്റവും വലിയ വിജ്ഞാനമായതാണ് ഈ ലോകത്തിന്റെ അധികാരിയായ അല്ലാഹുവിനെ അറിയുന്ന വിജ്ഞാനമാണ്. ബാക്കി എല്ലാ വിജ്ഞാനവും ഇവിടെ അവസാനിക്കുന്നതാണ്. ആലിമിന്റെ ഇൽമ ഇവിടെ അവസാനിക്കൂല. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ആരാണ്? 40 വയസ്സുവരെ മാത്രം ജീവിച്ച മഹാനാണ്. നബവി ഇമാമതങ്ങൾ വഫാത്താകുന്നതുവരെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി വീട്ടിൽ കൊടുത്തിട്ടില്ല. നബവി ഇമാമതങ്ങൾ 40 വയസ്സുവരെ ജീവിച്ചു, അതുവരെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി വീട്ടിൽ കൊടുത്തിട്ടില്ല. ശമ്പളം വാങ്ങാത്ത മുദരിസാണ് നബവി ഇമാമതങ്ങൾ. ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ, അത് വാപ്പ വീട്ടിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. ആ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി പോയി. പക്ഷേ നബവി ഇമാം തങ്ങളുടെ കിതാബ് ഓതാതെ ഒരു സുപ്രഭാതവും ഇവിടെ ഉണ്ടാകുന്നില്ല. ലോകത്ത് മുഴുവനും ഉള്ള അറബിക് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ദർസുകളിലും നബവി ഇമാം തങ്ങളുടെ കിതാബ് ഓതാതെ പോകാൻ കഴിയില്ല. അത്രയും വലിയ ഗ്രന്ഥങ്ങൾ ലോകത്തിന് നൽകി. ഖുർആനിന് തഫ്സീർ എഴുതി, സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതി, സഹീഹു മുസ്ലിമിന് വ്യാഖ്യാനം എഴുതി, ലോകപ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതി. ആ നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 40 വയസ്സുവരെ ജീവിച്ച മഹാനാണ്. അതിനിടയിൽ മഹാനവറുകൾക്ക് കിട്ടിയ ബഹുമാനം എന്താണ്? ഇൽമിന്റെ ലോകമല്ലാതെ വേറെ ഒരു ലോകമില്ല. വിവാഹം കഴിക്കാൻ മറന്നുപോയി, അത് ഇൽമു കൊണ്ടുള്ള ജോലി കൊണ്ടാണ്. അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ എന്ന ലോകപ്രസിദ്ധ പണ്ഡിതൻ സഫഹാത്തും മിൻ സബറിൽ ഉലമ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ട് അതിൽ ഇൽമു കൊണ്ട് ജോലിയായി കല്യാണം മറന്നുപോയ മഹാന്മാരെ എണ്ണുന്നുണ്ട്. അതിൽ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം നൈസാബുരി, ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജ, ലോകപ്രസിദ്ധ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളും വിവാഹം കഴിക്കാൻ മറന്നുപോയി. അവര് ഇൽമിന്റെ ലോകത്ത് തന്നെ ലയിച്ചു. ബുഖാരി ഇമാമിന് എന്ത് കിട്ടി? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യ വേറെ എന്ത് പദവിയാ വേണ്ടത്? മഹാനായ ബുഖാരി ഇമാം തങ്ങളെ ഖബറടക്കി. ഖബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം തന്നെ ആളുകൾ കുന്നുകൂടാൻ തുടങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സമാഹരിച്ച മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് എഴുതുകയാണ്. വിളക്കണഞ്ഞു പോയി. നബവി ഇമാം തങ്ങളുടെ വിരൽ പ്രകാശിക്കുകയാണ്. ആ വെളിച്ചത്തിൽ കിതാബ് എഴുതുകയാണ്. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കൊട്ടാരത്തിൽ ഭരണാധികാരികൾക്കെതിരെ ഫത്വ കൊടുത്തു. ഭരണാധികാരികൾ അനീതി ചെയ്തപ്പോൾ അതിനെതിരെ നബവി ഇമാം തങ്ങൾ ഫത്വ കൊടുത്തു. കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മൊയ്ലാരെ, ഭരണകൂടത്തിനനുസരിച്ച് നിൽക്കണം. ആവൂല, ഞാൻ അള്ളാഹുവിന്റെ ദീന് പണയം വെക്കുന്ന ആളല്ല. എന്നാൽ ഖജനാവിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നബവിയുടെ ശമ്പള രജിസ്റ്ററിംഗ് എടുക്കണം, ഇന്നു മുതൽ ശമ്പളം കൊടുക്കണ്ട. ഉദ്യോഗസ്ഥം എന്ന് പറഞ്ഞു, ശമ്പളം കൊടുക്കാത്ത ആളാണ്, ശമ്പളം വാങ്ങാത്ത ആളാണ്. തോറ്റുപോയി. അവസാനം നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പട്ടാളത്തെ വിളിക്കാൻ ഭരണാധികാരി ഒരൊറ്റ എഴുന്നേൽപ്പ്. ഇയാളെ വെച്ചേക്കാൻ പാടില്ല.
നബവി ഇമാം തങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഭരണാധികാരി ഇരിക്കുന്ന വിരിപ്പിൽ ഒരു പുലിയുടെ ഫോട്ടോ ഉണ്ട്. നബവി ഇമാം തങ്ങൾ പറഞ്ഞു, ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞു എഴുന്നേൽക്കാൻ. ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞു എഴുന്നേൽക്കാൻ. അപ്പോഴേക്കൊരു പുലി അവിടെ പ്രത്യക്ഷപ്പെട്ടു പോയി. ഭരണാധികാരി മനസ്സിലാക്കിയത് സാധാരണ മൊയ്ലിയാരല്ല, കളിച്ചത് ശരിയായില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സത്യമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ തോൽപ്പിക്കാൻ ഒരൊറ്റ ശക്തിക്കും ഇവിടെ സാധ്യമല്ല. ഇത് എന്റെ വക പറഞ്ഞതല്ല. ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാള്യത്തിൽ എഴുതിയിട്ടുണ്ട്. മോനെ, ഇതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ. അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആരോപണം കൊണ്ട് സാധ്യമല്ല, തോന്നിവാസങ്ങൾ പറഞ്ഞതുകൊണ്ട് സാധ്യമല്ല. കാരണം എന്തേ? ലം യഖ്ശ ലൗമത ലൈമിൻ ഫീ ദിൽ ഉലാ. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇൽമ പഠിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ കൊന്നുകളഞ്ഞതാണ്, വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു അബൂ ഹനീഫ ഇമാം തങ്ങളെ. ആ അബൂ ഹനീഫ ഇമാം തങ്ങളെ കൊന്നുകളഞ്ഞ ഭരണാധികാരിയെ കാണാനില്ല. അതേ സമയത്ത് അബൂ ഹനീഫ ഇമാം എവിടെ? ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, ഇന്നും വെളിച്ചം പകരുന്ന നേതാവാണ്. ഇതുപോലെയാണ് ഇൽമിനെ സ്വീകരിച്ച ആളുകൾ. യുഹിബ്ബൂനൽ അയാല വയൻസൗനൽ ഹഖ. അവർ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹു തആല പറഞ്ഞ ബാധ്യതകൾ മറന്നവരാണ്. ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. പണത്തോടവർക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ അവര് അതിന്റെ ഹിസാബിനെ മറക്കുകയാണ്. പണത്തെ അവര് പ്രണയിക്കുന്നുണ്ട്, ഇതിന്റെ കണക്ക് കൊടുക്കണമെന്ന് അവര് മറക്കുന്നുണ്ട്. അല്ലാഹു തആല തന്ന പണത്തിന് റബ്ബിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. എന്തിനാണിത് ചെലവഴിച്ചത്, എന്തിനാണത് ചെലവഴിച്ചത്? ഇത് കണക്ക് കൊടുക്കാതെ ഒരാൾക്കും നീങ്ങാൻ സാധ്യമല്ല. 5ാമത്തെ കാര്യമോ യുഹിബ്ബൂനൻ നഫ്സ വയൻസൗനല്ലാഹ്. അവരവരെ ഇഷ്ടം വെച്ചുപോയി, അല്ലാഹുവിനെ അവര് മറന്നുപോയി. അവരുടെ നഫ്സിനെ ഇഷ്ടം വെക്കുകയാണ്. എനിക്കൊരു പോറലും വന്നുകൂടാ, എനിക്കൊരു പൊടിയും പറ്റിക്കൂടാ, എനിക്കൊരു തകരാറും വന്നുകൂടാ. പക്ഷേ അല്ലാഹുവിനെ സ്നേഹിക്കാൻ അവരെ കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, റമളാനിന്റെ രാത്രിയിൽ അല്ലാഹുവിലേക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊന്ന് ദുആ ചെയ്ത്, അവന്റെ ജലാലത്തിനെ ഭയന്ന്, അവന്റെ ശിക്ഷയെ പേടിച്ച്, അവന്റെ റഹ്മത്തിലേക്ക് ആശ വെച്ച് സ്വന്തമായിരുന്നൊന്ന് ദുആ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും എത്ര അവസരം കിട്ടിയിട്ടുണ്ട്. നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ ദുആയ്ക്ക് ആമീൻ പറയുന്നു, മജ്ലിസ് കഴിയുമ്പോൾ നമ്മൾ ദുആയ്ക്ക് ആമീൻ പറയുന്നു. എന്നാൽ ഒറ്റയ്ക്കിരുന്ന് റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്, എന്റെ പക്കൽ അമലുകളില്ല, ഞാൻ വളരെ വീഴ്ച വന്നു പോയവനാണ് എന്ന നിലക്ക് മനസ്സു തുറന്നൊന്ന് ദുആ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ അമൂല്യമാണ്. ആ ദിവസങ്ങളിലെങ്കിലും പള്ളിയിലെ ജമാഅത്തിന്റെ കൂടെയുള്ള ദുആയ്ക്ക് പുറമെ മറ്റെല്ലാ ദുആകൾക്കും പുറമെ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അല്ലാഹു നമ്മുടെ ദുആ കേൾക്കാൻ അടുത്തവനാണ്. ആ നിലക്ക് റബ്ബിലേക്ക് അങ്ങ് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ മഹത്വത്തിന് നിരക്കാത്തതൊന്നും നമ്മളിൽ നിന്ന് വന്നുകൂടാ.
ഇന്ന് കണ്ടില്ലേ ചില ആളുകൾ കാറിന്റെ മുന്നിലും പിന്നിലും എല്ലാം ആയത്തുകൾ എഴുതി വെക്കുന്നു, മാഷാ അല്ലാഹ് എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്നു, ബിസ്മില്ലാ എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്നു, തബാറകല്ലാഹ് എന്ന് എഴുതിക്കൊണ്ട് നടക്കുന്നു. അതിൽ സർവത്ര പൊടിയും ചെളിയുമാകുന്നു. ചില മരത്തിന്റെ ചുവട്ടിലിട്ടാൽ കാക്കയുടെ കാഷ്ടം വീഴുന്നു. അല്ലാഹ് എന്ന മഹത്വമുള്ള പേരിന്റെ മേലെ അങ്ങനെ ഒന്നും വീണുകൂടാ. അത് നല്ല കാര്യമല്ല. എവിടെന്നാ മോനെ കിട്ടിയത്? ഞാൻ ഖത്തറിൽ ചെന്നപ്പോ വണ്ടിയുടെ ബാക്കിലൊക്കെ മാഷാ അല്ലാഹ് ഉണ്ട്. നാട്ടിലും ഇപ്പോൾ ഞാനത് ഒട്ടിച്ചതാണ്. അത് അല്ലാഹുവിന്റെ പേരിന്റെ ബഹുമാനം സൂക്ഷിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹ് എന്നെഴുതിയതിന്റെ മേലെ ചളിയും പിളിയും അതുപോലെ പൊടിയും വെള്ളവും ചിലപ്പോഴൊക്കെ നജസും വന്നുപോയാൽ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മേലെ അതൊന്ന് വീണാൽ സഹിക്കാൻ കഴിയുമോ മോനെ? നീ നിന്റെ പേരൊന്നെഴുതി ഒരു ബോർഡ് അവിടെ വെച്ചു, അതിന്റെ മേലെ കാക്കയൊന്ന് കാട്ടിച്ചു. നീ ഒന്ന് നോക്കിയേ, നിന്റെ മനസ്സിൽ എത്ര വേദനയാണുള്ളത്. നിന്റെ പേരിന്റെ മേലെ അഴുക്ക് വന്നു പോയാൽ മറ്റൊരുത്തം പറയുന്ന കണ്ടില്ലേ, എടാ നിന്റെ പേരിന്റെ മേലെ തന്നെ കാക്ക സാധിച്ചു എന്ന് പറയുമ്പോ നിനക്കൊരു പ്രയാസമില്ലേ? എന്നാൽ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തുടങ്ങിയ പേരുകൾക്ക് മേലെ ഇത്തരം പൊടിയും ചെളിയുമൊക്കെ ആയാൽ അത് നല്ലതല്ല. അത് വാഹനത്തിന്റെ മേലെ ഒട്ടിച്ച് എല്ലാ ചേറും പാറും അതിന്റെ മേലെ വരുന്നത് നല്ലതല്ല. നീ ബറക്കത്തിന് വേണ്ടി എഴുതിയത് വാഹനത്തിന്റെ ഉള്ളിൽ വെച്ചോ, അത് ബഹുമാനത്തോടെയുള്ള സ്ഥലത്ത് വെച്ചോ, അതിന് തകരാറില്ല. അതേ സമയത്ത് ഇപ്പോഴൊക്കെ എല്ലാ പൊടിയും പൊടിപടലങ്ങളും പിടിച്ച് മാഷാ അല്ലാഹ് ഉള്ള വണ്ടി പോകുന്നത് കാണുമ്പോ വലിയ പ്രയാസം വരുന്നു, വലിയ വേദന തോന്നുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരെഴുതി വെച്ച് അതിന്മേലെ അഴുക്ക് വീണുപോയാൽ അത് വലിയ പ്രയാസമല്ലേ മോനെ? അതേ സമയത്ത് അല്ലാഹ് എന്നെഴുതിയ ഒരു ഫലകം അതിന്റെ മേലെ അഴുക്ക് പുരണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉയർന്ന സ്ഥലത്ത് വെച്ചപ്പോൾ അന്നു തന്നെ വിലായത്തിന്റെ പദവി ലഭിച്ച മഹാന്മാരില്ലേ, അന്നു തന്നെ വലിയായി മാറിയ മഹാന്മാരില്ലേ? അത് അല്ലാഹുവിന്റെ പേരിനോട് കാണിച്ച ബഹുമാനമാണ്. അത് ജലാലത്തിന്റെ ഇസ്മിനോട് കാണിച്ച ആദരവാണ്. അപ്പൊ ആദരവ് കൊണ്ട് നമുക്ക് സ്ഥാനം കിട്ടും. അതേ സമയത്ത് അനാദരവ് വന്നു പോയാൽ അത് വീഴ്ചയാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചിലരൊക്കെ ഖുർആൻ തന്നെ എഴുതി എന്നെ ബാക്കിലെ ഗ്ലാസിൽ വെച്ചിരിക്കുകയാണ്. ഇന്നതൊരു പരിഷ്കാരമായി മാറുകയാണ്. അതൊന്നും നമുക്ക് നല്ലതല്ല. നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, അതിന് ബഹുമാനിക്കേണ്ട രീതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഹിബ്ബൂനൻ നഫ്സ വയൻസൗനല്ലാഹ്. അവരവരെ ഇഷ്ടം വെക്കുന്നുണ്ട്, അവരവരുടെ ശരീരത്തോട് സ്നേഹമുണ്ട്, അല്ലാഹുവിനെ അവർ മറന്നു കളയുന്നു. ഹും മിന്നീ ബറാ വഅന മിൻഹും ബരീ. ദുനിയാവിനെ ഇഷ്ടം വെച്ച് ആഖിറത്തെ മറന്നവർ, വീടുകളെ പ്രണയിച്ച് ഖബറിനെ മറന്നവർ, കുടുംബത്തെ സ്നേഹിച്ച് അവരോടുള്ള ബാധ്യതകൾ മറന്നവർ, സമ്പത്തിനെ ഇഷ്ടം വെച്ചതിന്റെ കണക്കുകളെ കുറിച്ച് മറന്നവർ, സ്വന്തത്തെ ഇഷ്ടം വെച്ച് അല്ലാഹുവിനെ മറന്നവർ. ഹും മിന്നീ ബറാ. അവരെന്നിൽ നിന്ന് ഒഴിവാണ്. വഅന മിൻഹും ബരീ. ഞാൻ അവരിൽ നിന്നും ഒഴിവാണ്. അഥവാ എനിക്കവരോട് ബന്ധമില്ല, അവർക്കെന്നോടും ബന്ധമില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനിഷ്ടമുള്ള കാര്യമാണ്. നാം നന്മയിലേക്ക് വരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. റമളാൻ പാപങ്ങളെ കരിച്ചുകളയുന്ന മാസമാണ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ്. അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും വലിയ പദവിയുള്ളവരാരാണ്? നല്ല ഹൃദയമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇമാം അഹ്മദ് മുസ്നദിൽ രേഖപ്പെടുത്തുകയാണ്. കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യത്ലുഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ സ്വർഗീയ അവകാശിയായ ഒരാൾ ഇതുവഴി കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇതുവഴി കടന്നു വരും. ഫതലഅ റജുലുൻ മിനൽ അൻസാരി, അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ കടന്നു വന്നു. തൻഖിഫു ലിഹയതുഹു മിൻ വുളൂഇഹി ഖദ് തഅല്ലഖന അലൈഹി ഫി യദിഹി ശിമാൽ, ദാടിയിൽ നിന്ന് ഒളുവെടുത്ത വെള്ളം വിറ്റ് വീഴുന്നുണ്ട്. ഇടത് കൈയിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങ് കടന്നു വന്നു. നോക്കിയപ്പോൾ അസാധാരണത്വമൊന്നും അയാളിൽ കാണാനില്ല. ഒരു സാധാരണക്കാരനായ ഗ്രാമീണനായ അൻസ്വാരിയാണ്. രണ്ടാം ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ പറഞ്ഞു. അതേ ആളു തന്നെ ആ വഴിക്ക് കടന്നു വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ശ്രദ്ധിച്ചു. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം പറഞ്ഞു. അതേ ആളു തന്നെ അതേ രീതിയിൽ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സ് വിട്ട് പിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നേരെ ഈ അൻസാരിയുടെ അടുക്കൽ ചെന്നു. ചെന്നിട്ട് പറയുകയാണ്, ഞാൻ എന്റെ വാപ്പയുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാണ്. 3 ദിവസം ഞാൻ വീട്ടിലേക്ക് പോകണ്ടാന്ന് ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ കൂടെ വന്നോട്ടെ. ഗ്രാമീണനായ അൻസ്വാരിക്ക് മറച്ചുവെക്കാനൊന്നുമില്ല. വന്നോ തകരാറില്ല. അൻസ്വാരിയുടെ കൂടെ പോവുകയാണ്. അൻസ്വാരിയുടെ കൂടെ പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ ഒരേ റൂമിലാണ് രണ്ടുപേരും കിടക്കുന്നത്. ഇങ്ങനെ വീക്ഷിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ. ഈ അൻസ്വാരി രാത്രി എഴുന്നേറ്റ് അധികം നിസ്കരിക്കുന്നതൊന്നും കാണാനില്ല. ഇല്ല അന്നഹു ഇദാ തആറ വതഖല്ലബ അലാ ഫിറാശിഹി ദക്കറല്ലാഹ വകബ്ബറ. അദ്ദേഹത്തിൽ കണ്ട ഒരു ഗുണമെന്താണ്? തിരിയുകയോ മറിയുകയോ ചെയ്താൽ അല്ലാഹു എന്ന് പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കണ്ടതെങ്ങനെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന വാചകങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അതല്ലേ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. നമ്മൾ ബോധം കെട്ടുപോയാൽ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നതാണ്. ചില കച്ചവടക്കാരൊക്കെ രാത്രി വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാൽ 10 രൂപയ്ക്ക് 4, 5 രൂപയ്ക്ക് 2 എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഭാര്യ രാവിലെ ചോദിക്കും, ഇന്നലെ കച്ചവടം എവിടെയായിരുന്നു എന്ന്. അത് പകലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് രാത്രി ഉറങ്ങിയപ്പോ പറഞ്ഞു പോയതാണ്. അതിന് പകരം ഈ സ്വഹാബി പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ഔലിയാക്കൾ പറഞ്ഞില്ലേ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ചില ആളുകൾ അവര് മരിക്കാൻ നേരം പറഞ്ഞു, കെട്ടിനൊരു രൂപ, കെട്ടിനൊരു രൂപ എന്നിങ്ങനെ പറയാറുണ്ട്. സ്വാലിഹീങ്ങൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അൻസാരിയായ മനുഷ്യന്റെ സ്വഭാവം ഞാൻ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ 3 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. ആ 3 ദിവസവും അദ്ദേഹം വലിയ അമലൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല.
അപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയാണ്, വകിത്തു അൻ അഹ്തഖറ അമലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളാണെന്നാണ്. പക്ഷേ വലിയ ആരാധനയും അമലും ഒന്നും കാണുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ തീരെ അമല് പറഞ്ഞ ആളാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയതാണ്, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഞാൻ നേരെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അൻസാരിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്റെ വാപ്പയോട് പിണങ്ങിയൊന്നും വന്നതല്ല, അതൊരു സൗന്ദര്യ വർത്തമാനം പറഞ്ഞതാണ്. നിങ്ങൾ 3 ദിവസവും പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് അമൽ ചെയ്തിട്ടാണ് സ്വർഗത്തിൽ പോകുന്നതെന്നറിയാൻ പരീക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ ഒന്നും വലിയ അമലായി നിങ്ങളിൽ കാണുന്നില്ല. അപ്പൊ ഈ സ്വഹാബി അൻസാരിയായ മനുഷ്യൻ പറയാൻ, മോനെ മാ ഹുവ ഇല്ലാ മാ റഅയ്ത, എന്റെ അടുക്ക അത്രയും തന്നെ അമലുകളൊക്കെ ഉള്ളൂ, വലിയ അമലൊന്നും എന്റെ അടുത്തില്ല. സാധാരണക്കാരാണെന്ന് പറയും, എന്താണെന്നറിയില്ല, ഒരു 3 ദിവസം കൊണ്ട് തഹജ്ജുദിന് ഉണരാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല, ഒരു 2 ദിവസം കൊണ്ട് ഉറങ്ങിപ്പോവാണ് എന്നൊക്കെയുള്ള ഒരു ഒപ്പിക്കലും ഈ അൻസാരിക്കില്ല. അൻസാരി ശുദ്ധഹൃദയനായ മനുഷ്യൻ, മാ ഹുവ ഇല്ലാ മാ റഅയ്ത, മോനെ മോൻ കണ്ടു തന്നെ ഉള്ളൂ എന്റെ ജീവിതം, എനിക്ക് വേറൊന്നും പറയാനില്ല, വേറെ ഒന്നും എന്റെ അടുക്കലില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പിക്കൽ സ്വഭാവമുള്ളവരായിരിക്കും. പല അഡ്ജസ്റ്റ്മെന്റും പറയാനുണ്ടാകും. കുറെ കാലമായി എനിക്കിത് മുടങ്ങാറില്ല, ഇന്നലെ എന്തേന്നറിയില്ല, ഒരു ശൈത്താൻ കൂടിയ പോലെ. അതൊന്നും ഈ അൻസാരിക്ക് പറയാനില്ല. അൻസാരി പറയുകയാണ്, മാ ഹുവ ഇല്ലാ മാ റഅയ്ത, ഈ കണ്ടതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിലില്ല. അവസാനം ഞാൻ അങ്ങ് തിരിഞ്ഞു നടക്കുന്ന നേരത്ത് അൻസാരി എന്നെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു, മോനെ എന്റെ പക്കൽ വലിയൊരു അമലും ഇല്ല. എന്നിട്ട് പറയുകയാണ്, ഫലമ്മാ വല്ലൈതു ദഅനി ഫഖാല മാ ഹുവ ഇല്ലാ മാ റഅയ്ത ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമുണ്ട്, എന്റെ ഒരു രീതിയുണ്ട്. എനിക്ക് ഒരു മുസ്ലിമിനോടും എന്റെ മനസ്സിൽ ഒരനിഷ്ടവും ഇല്ല, ഒരാളെ കുറിച്ചും എനിക്കൊരു പരാതിയുമില്ല. അയാളെങ്ങനെ, ഇയാളിങ്ങനെ, അയാള് മോശക്കാരൻ, അയാള് നല്ലയാൾ, അങ്ങനെ വേർതിരിവുകളൊന്നും എനിക്കില്ല. എന്റെ മനസ്സിൽ ആരെക്കുറിച്ചും മോശമായ ഒരു വിചാരമില്ല. അതാണ് എനിക്കുള്ള ഒരു പ്രത്യേകത. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു. അല്ലാഹു തആല നൽകിയ ഒരു അനുഗ്രഹത്തിലും എനിക്ക് അസൂയ ഒരാളോടുമില്ല. എനിക്കൊരാളോടും അസൂയയില്ല, എനിക്കൊരാളെ കുറിച്ചും മോശമായ അഭിപ്രായമില്ല. അതുമാത്രമേ എനിക്ക് എന്റേതായി പറയാനുള്ളൂ, അല്ലാതെ വലിയ അമലുകളൊന്നും എന്റെ പക്കലില്ല. ഇതങ്ങ് പറയുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹി അല്ലതി ബലഗത് ബിക വഹിയ അല്ലതി ലാ നുതീഖ്, ഹാദിഹി അല്ലതി ബലഗത് ബിക വഹിയ അല്ലതി ലാ നുതീഖ്. ഈ ഒരു നല്ല മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർന്ന പദവിയിലേക്ക് എത്തിയത്. ഇതുതന്നെയാണ് ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യവും. ഞങ്ങൾക്കൊരുപാട് ആളുകളോട് അനിഷ്ടമുണ്ട്, ഞങ്ങൾക്കൊരുപാട് ആളുകളോട് അസൂയയുണ്ട്. അങ്ങനെയുള്ളൊരു ഹൃദയം കൊണ്ട് വേറെ അമലൊന്നും അധികം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഖുർആൻ റമളാൻ വിട പറയുന്ന നേരത്ത് നമ്മൾ നേടിയെടുക്കേണ്ട യോഗ്യത എന്താണ്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ഒരു ഹൃദയമാണ്, അല്ലാഹുവിലേക്ക് ചേരുന്ന ഒരു മനസ്സാണ്. ആ നല്ല മനസ്സുകൊണ്ടല്ലാതെ, ആ നല്ല മനസ്സിലൂടെയല്ലാതെ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല.
ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. എല്ലാ അമലുകളും നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു അമലും നിനക്ക് സ്വീകാര്യമല്ല. നല്ല ഒരു നിയ്യത്തിലൂടെയാണ് നിന്റെ അമലുകളാകുന്നത്. ആ അമൽ നിനക്ക് പാകപ്പെടുന്നത്. കണ്ടില്ലേ, ഒരാള് നല്ല സദ്യക്ക് വിളിച്ചു, നല്ല ഇറച്ചിയും നല്ല അരിപ്പത്തിരിയും ഒക്കെ കൊടുത്ത് റെഡിയാക്കി വിട്ടു. എന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നൊരു സദ്യക്ക് പോയി. അയാളാണെങ്കിലോ ഒരു മഹാബടുകൻ, അയാളാണെങ്കിൽ ഇങ്ങനെ, അവിടെ വന്ന ആളുകളാണെങ്കിൽ അങ്ങനെ, അയാളുടെ വീടാണെങ്കിൽ കൊങ്ങനെ, പലതും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ചോദിച്ചു, മോനെ നീ എവിടുന്നാ വരുന്നത്? ഇന്നയിടത്തുനിന്ന്. നീ എന്തിനാണ് അവിടെ പോയത്? അയാള് സൽക്കാരത്തിന് വിളിച്ചിട്ട്. എന്താണ് അയാള് തന്നത്? നല്ല സദ്യയാണ്. അതിൽ എത്ര കൂട്ടമുണ്ടായിരുന്നു? 8 കൂട്ടം ഭക്ഷണം ഉണ്ടായിരുന്നു. എടാ മോശക്കാരാ, 8 നല്ല ഭക്ഷണം നിനക്ക് തന്ന് സൽക്കരിച്ചു വിട്ടയാളെ കുറിച്ച് ഒരു നല്ല വാക്കും പറയാനില്ലാത്ത തോന്നിവാസിയാണ് നീ. ഇറങ്ങിപ്പോടാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതല്ലേ ഔലിയാക്കളുടെ ചിന്ത, ഇതല്ലേ സ്വാലിഹീങ്ങളുടെ ചിന്ത. മോശക്കാരെങ്ങനെയല്ല, എവിടെ പോയാലും മോശമുള്ളതിങ്ങനെ നോക്കി ഒപ്പിക്കുകയാണ്. എന്നിട്ട് അയാളുടെ പിന്നിൽ എന്താണ് മോശമെന്ന് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഒരാളെ കണ്ടാൽ അയാളുടെ നന്മ കാണാൻ നിനക്ക് കഴിയണം. ഒരാളെ കണ്ടാൽ ആ മൊയ്ലിയാർ എങ്ങനെ, അയാൾക്ക് എന്ത് വീക്ക്നെസ്സാ ഉള്ളത്? അല്ലെങ്കിൽ സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഹാജിയാര്, ആരോ ആയിക്കോട്ടെ, അയാൾക്ക് എന്താ മോശമുള്ളത് എന്ന് നോക്കാനാണ് നമ്മുടെ ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. ഒരാളെ കിട്ടിയാൽ അയാളുടെ നന്മ എവിടെ എന്ന് നോക്കും. അത് മാത്രമേ നോക്കൂ. അത് പിടിച്ചിട്ട് അയാളുടെ തിന്മയെ തിരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ഒരാൾ വന്നു. അന്നത്തെ വീരപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാമോ? സയ്യിദുൽ ഖൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുതിര സവാരിക്കാരനായ സെയ്ദ്, അതിലാണ് അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും. അദ്ദേഹം കാട്ടിലെ രാജാവാണ്. നാട്ടിൽ പുതിയ ഒരു പ്രവാചകൻ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാനുള്ളപ്പോൾ അത് അനുവദിക്കില്ല എന്ന നിലക്ക് വന്ന ആളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളും കൊണ്ടുവരികയാണ്. വാതിൽക്കൽ നിൽക്കുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, സയ്യിദുൽ ഖൈൽ വരുന്നുണ്ട്, തടുക്കട്ടെ നബിയേ. വേണ്ട വേണ്ട, ഇങ്ങ് വന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യം വലിയ ധൈര്യമാണ്. ഒരിക്കൽ മദീനയുടെ അടുത്തൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും തിരിഞ്ഞോടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദം കേട്ട് സ്ഥലത്തേക്ക് അങ്ങ് പോയി, കുതിരപ്പുറത്ത് കയറി. എന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അത്രയും വലിയ ധൈര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹൂഹിമമുൽ ലാ മുൻതഹാലി കിബാരിഹാ വഹിമ്മതുഹു സ്സുഗ്റാ അജല്ലു മിനദ്ദഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യം അതൊരു ദിവസം പറയാൻ മാത്രം വിശാലമാണ്. ആ ധൈര്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലെ വിട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അൻത സയ്യിദുൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്നയാൾ, അയാളെ അറിയപ്പെടുന്നത് കുതിര സവാരിക്കാരനായ സെയ്ദ് എന്നാണ്. കുതിര സെയ്ദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചു, നീ നന്മയുടെ സെയ്ദാണ്, വരൂ. അത് വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞല്ല. നീ ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യാൻ കഴിവുള്ളവൻ, ആരോഗ്യമുള്ള ആൾ, ധൈര്യമുള്ള ആൾ, സ്വാഗതം വരുന്നു. അപ്പോൾ കൊല്ലാൻ കയ്യിൽ പിടിച്ചിരുന്ന വാളങ്ങ് നിലത്ത് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിരുത്തി കുശലാന്വേഷണം നടത്തി.
അയാളെ സ്വാധീനിച്ചതെന്താണ്? അയാളെ ഒരാളും നല്ലത് പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ പോക്കിരിത്തരങ്ങളെല്ലാം മാറ്റിവെച്ച് അയാളിലുള്ള 2% നന്മയാണ് അറിയുന്നത്. അയാളെ സ്വീകരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുത്തിയിട്ട് അയാൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊട്ടാരം വെച്ചിങ്ങനെ വിലസുന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ തെറ്റിദ്ധാരണയുള്ള ആളാണ്. ഹബീബായ നബി തങ്ങൾ പ്രായോഗികമായി അത് തിരുത്തുകയാണ്. കുശലാന്വേഷണം നടത്തി അയാളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ. എന്നാൽ വീട്ടിലേക്ക് പോകാം. സയ്യിദുൽ ഖൈലിന്റെ കൂടെ ഇറങ്ങി വഴിയിൽ ചെന്നപ്പോൾ ഒരു ഉമ്മാമ വരുന്നു. തങ്ങളെ, എനിക്കൊരു കാര്യം പറയാൻ, ഇങ്ങോട്ടൊന്ന് വന്നേ. അവ വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ ഉമ്മാമയ്ക്ക് വേണ്ടി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു കൊടുത്തു. അപ്പൊ സയ്യിദുൽ ഖൈൽ ആലോചിക്കാൻ, ഇത് വലിയൊരു പോക്കിരിയായ നേതാവാണെന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. പക്ഷേ ഒരു പാവപ്പെട്ട കിഴവിയുടെ പരാധീനത കേൾക്കാൻ തിരക്കിനിടയിലും നേരം കണ്ടെത്തുന്ന നേതാവ്, അയാളുടെ മനസ്സിൽ ഒരു കറക്ഷൻ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കൂടെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇയാള് നേരെ വഴിയിൽ വന്നിട്ടില്ല. വഴിയിൽ വെച്ച് വല്ല ചട്ടമ്പിത്തരവും കാണിച്ചാലോ എന്ന നിലക്ക് കൂടെ കൂടിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. വീണ്ടും നടന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടൊരു ചെറിയ കുടിലാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പുറത്തു നിൽക്കൂ, ഞാൻ അകത്ത് കയറി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്ത് കയറി. 2 തടുക്കുകളെ അന്ന് വീട്ടിലുള്ളൂ. തടുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. ചെറിയ കുട്ടിപ്പായയാണ്. മുമ്പൊക്കെ ആളുകൾ വരുമ്പോൾ ഇരിക്കാനിട്ട് കൊടുക്കുന്നത് കസേര ഉണ്ടാകുന്ന കാലത്തിന് മുമ്പുള്ളതാണ്. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ചെറിയ 2 തടുക്കുകളാണ് വീട്ടിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അത് 2ഉം എടുത്തിട്ടിട്ട് നബി തങ്ങൾ സ്വാഗതം ചെയ്തു വരൂ. അപ്പൊ സയ്യിദുൽ ഖൈൽ കയറാൻ നേരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നേതാവിന്റെ കൊട്ടാരമാണ്, പക്ഷേ കുനിഞ്ഞേ കയറാവൂ, അല്ലെങ്കിൽ തല തട്ടിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറാൻ പോകുന്ന കൊട്ടാരം ഞങ്ങളുടെ നേതാവിന്റെ കൊട്ടാരമാണ്, പക്ഷേ കുനിഞ്ഞു കയറിയില്ലെങ്കിൽ തല തട്ടിപ്പോകും എന്നങ്ങ് പറഞ്ഞപ്പോൾ സയ്യിദുൽ ഖൈൽ അകത്തേക്ക് കയറി. അയാൾക്ക് മനസ്സിലായി, ഇത് കൊട്ടാരം വെച്ച് വെല്ലുന്ന ഒരു വമ്പനായ മുതലാളിയല്ല, ഇത് നീതിയിലേക്ക് ക്ഷണിക്കുന്ന നബിയാണ്. ഉടനെ ഇറങ്ങി എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അങ്ങനെയെന്ന് പറയാൻ പാടില്ല. നിനക്ക് വിവരമെങ്കിലും അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു ചിട്ടയിലേക്ക് വരാനാണ് റമളാൻ. നിനക്ക് സ്വഭാവം നന്നാക്കാനുള്ള മാസമാണ്, നിന്റെ ഖൽബ് നന്നാക്കാനുള്ള മാസമാണ്, നിനക്ക് തഖ്വയുണ്ടാക്കാനുള്ള മാസമാണ്. അങ്ങനെ ഉയർന്നു വരുമ്പോഴല്ലാതെ റമളാൻ നമുക്ക് അനുകൂലമായി വരൂല. അല്ലാഹു ജല്ല ജലാലുഹു തഖ്വയോടെ ജീവിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ കൂടി ഈമാനോടുകൂടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു 10 പ്രാവശ്യം അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ ചൊല്ലി ഞാൻ 2 കലിമത്ത് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ഇന്നലെ തൃശൂർ ജില്ലയിലെ മമ്പൗൽ ഹുദയിലെ 25 രാവിന്റെ പരിപാടിയായി. അതിന്റെ തലേന്ന് നമ്മുടെ സ്ഥാപനത്തിലെ പരിപാടിയായി.
നാളെ ഇനി മലപ്പുറത്തുള്ള പരിപാടിയും ഉള്ളതുകൊണ്ട് ദീർഘനേരം ഞാൻ ഇനിയും സംസാരിച്ചാൽ നമ്മുടെ പരിപാടികളെയൊക്കെ ബാധിക്കും. ഇനിയും എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്യാനും അതിനു മുമ്പ് കുറെ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെയുണ്ട്. സമയം ഏറെ വൈകിപ്പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു 10 പ്രാവശ്യം അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. അപ്പോഴേക്കും ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മുടെ ഉസ്താദുമാരും ആലിമീങ്ങളും പ്രത്യേകിച്ച് സമാപന ദുആയ്ക്ക് വേണ്ടി ഇസ്സുദ്ദീൻ ഉസ്താദും ഒക്കെ എത്തിച്ചേരും. അല്ലാഹു തആല നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹ് എന്ന പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെതായ ഒരു പ്രകമ്പനം ഉണ്ടാകണം. അതിനനുസരിച്ച് അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഈമാനും ഒരു ഉഷാറൊക്കെ വേണം. അല്ലാഹ് എന്ന് പറയുമ്പോൾ വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ ഖൽബുകൾ പടക്കും, റബ്ബിലേക്ക് ചിന്തിക്കും. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അവസാനമുള്ളൊരു പിടിവള്ളി എന്താണ്? വാപ്പയും പറയും അല്ലാഹുവിന്റെ വിധിയാണ്. അത് വലിയൊരു റിലീഫാണ്, അത് വലിയൊരു സമാധാനമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഭാഗ്യമാണ്. എല്ലാ വിഷമവും കഴിഞ്ഞാൽ അവസാനം ഇത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന ഒരു റിലീഫ് നമുക്ക് മനസ്സിന് ലഭിക്കുന്നു. അത് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ ആ ദിക്ർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് നല്ല റാഹത്തായിട്ട് അല്ലാഹ് എന്ന ദിക്ർ ഒരു 10 പ്രാവശ്യം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹ് 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 യാ 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 അല്ലാഹ് അല്ലാഹു ജല്ല ജലാലുഹു اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم لك الحمد حمدا دائما مع دوامك لك الحمد حمدا خالدا مع خلودك لك الحمد حمدا دائما مع دوامك ولك الحمد حمدا لائقا لجلالك يا الله അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 പുണ്യമേറിയ ഒരു രാത്രിയിൽ ഞങ്ങളിതാ നിന്റെ ദീനിന്റെ കാര്യങ്ങൾ